ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഊഴം വെച്ച് RSS മേധാവിമാരെ പോയി കണ്ട ADGP ഇപ്പോഴും എന്തുകൊണ്ടൊരു CPM മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായിരിക്കുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് ഈ വാർത്താദിനത്തിൽ ചെറിയൊരു ഫോക്കസ് ഷിഫ്റ്റിന്റെ ആശ്വാസം ഒഴിച്ചു നിർത്തിയാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 5 വർഷത്തോളം നീണ്ട ശാസ്ത്രീയമായ അനാസ്ഥയിൽ സർക്കാരിനെ ഹൈക്കോടതി ചോദ്യശരങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിൽ നിർത്തിയ ദിവസമാണ്. ഏറ്റവും ഒടുവിൽ ഭാരതീയ ന്യായ സംഹിതയടക്കം ഏത് നിയമപ്രകാരവും ഒരു കുറ്റകൃത്യം വെളിപ്പെട്ടാൽ പോലീസിന്റെ മുന്നിൽ FIR അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് നക്ഷത്രം പോലെ വ്യക്തമാണെങ്കിലും ഏതു വിധേനയും കേസെടുക്കാതിരിക്കാൻ സർക്കാർ നടത്തിയ മുട്ടാപ്പോക്ക് ഗവേഷണങ്ങൾക്ക് കോടതി മുഖാമുഖം ചോദിച്ച ഒറ്റ ചോദ്യത്തിൽ വിദണ്ഡവാദങ്ങൾ അന്തരീക്ഷത്തിലാവി. സ്ത്രീ സുരക്ഷ പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു തൊഴിൽ മേഖലയിൽ നടമാടുന്ന സ്ത്രീവേട്ടയുടെ പൊള്ളുന്ന വിലാപങ്ങൾക്ക് മുകളിൽ ഒരു വായില്ലാ പ്രതിമ കണക്കെ അനക്കമറ്റിരുന്ന സംവിധാനത്തോട് കോടതി ചോദിക്കുന്നു, സർക്കാരെ ഇത്രയും ഹീനമായ കുറ്റങ്ങൾ അറിഞ്ഞിട്ടും ഈ പോയ 4 വർഷങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? അന്ന് ഹേമ എഴുതിയൊരു കത്തിനെ വളച്ചൊടിച്ച് ഇരകളുടെ സ്വകാര്യത എന്നൊരു ദുർബലവാദം ആവർത്തിച്ച AGയോട് ആ നിർദ്ദേശങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ പോക്സോ അടക്കം ഗുരുതര കുറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി അടക്കം അറിഞ്ഞിട്ടും മാന്യം ബാധിച്ച് പൂതരിച്ചിരുന്നെങ്കിൽ ഒരു മൗനിയെ പോലെ കോടതി നോക്കിയിരിക്കില്ല എന്നാണ് ശകാര ഭാഷയിൽ മുന്നറിയിപ്പ്. ആ വെട്ടിപ്പൂഴ്ത്തി മറച്ചുവെച്ച ഭാഗങ്ങൾ പെൺഡ്രൈവ് അടക്കം തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഉത്തരവിട്ട കോടതി പിന്നെയും പറയുന്നു, സർക്കാരെ ഇത് അമ്പരപ്പിക്കുന്ന നിഷ്ക്രിയത്വമാണ്, സ്ത്രീ സുരക്ഷ സർക്കാർ നയമാണെന്ന് പറയുന്നവർ കോടതിയെ പോലും അമ്പരപ്പിച്ച നിഷ്ക്രിയത്വം തുടങ്ങി ഇന്നും ഇന്നലെയും അല്ല. ആ വെളിപ്പെട്ട കൊടും ക്രൈമുകളിൽ ശക്തമായി ഇടപെടാൻ കഴിയുമായിരുന്ന ഒരു കമ്മീഷനാക്കാതെ കമ്മിറ്റിയാക്കിയത് മുതൽ അത് വായിച്ചില്ലെന്ന് സാംസ്കാരിക മന്ത്രി വ്യാജം പറഞ്ഞതടക്കം പൂഴ്ത്തിവെക്കാൻപ്പെട്ട പെടാപ്പാടടക്കം കോടതിക്ക് മുന്നേ കേരളം കണ്ടതാണ്. ഇരയ്ക്കൊപ്പം വന്ന വായ്ത്താരിയും വേട്ടക്കാർക്ക് ഐക്യപ്പെടലും. അയ്യോ പ്രൈവസി കാക്കണമെന്ന് ഹേമ പറഞ്ഞേ, അതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യേ എന്ന ഉടായ്പ നിസ്സഹായതയും പരാതിയുണ്ടെങ്കിൽ കൊണ്ടുവാ കേസെടുക്കാം എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ ഔദാര്യ പാക്കേജിനെയും കയ്യോടെ പിടിക്കുന്ന കോടതി ആ നിയമത്തിനപ്പുറം ചെയ്യാൻ പറഞ്ഞതല്ല, നിയമപ്രകാരം സർക്കാർ ചെയ്യാത്തത് കൊണ്ട് ചെവിക്ക് പിടിക്കലാണ്. ഇരകളുടെ സ്വകാര്യതയെപ്പറ്റി പറയുന്നത് സ്ത്രീകളെ ഓടിച്ചിട്ട് വേട്ടയാടുന്ന പെർവർട്ടുകളുടെ പ്രൈവസി എന്ന സർക്കാരിന്റെ കൗശല സമവാക്യം അട്ടത്ത് വെച്ച് ആക്ഷൻ ടേക്ക് റിപ്പോർട്ട് വേണമെന്ന് കോടതി പറഞ്ഞെങ്കിൽ ആ താരരഹസ്യങ്ങളുടെ കാവൽക്കാരൻ പണി മതിയാക്കണം സർക്കാർ. ആ സർക്കാരിനില്ലാത്ത മനസാക്ഷിയിൽ ഇടപെട്ട കോടതിക്ക് സ്നേഹാദരങ്ങൾ, അഭിവാദ്യങ്ങൾ. രാഷ്ട്രീയാധികാരം വേട്ടക്കാർക്കൊപ്പം കെട്ട വഴിയിൽ കളങ്കപ്പെട്ടെങ്കിൽ നീതിപീഠം മാത്രമാണ് പ്രതീക്ഷ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പാനൽ KR ഗോപികൃഷ്ണൻ, S വിജയകുമാർ, അതിഥികൾ നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് BN അസ്കർ, ഭാഗ്യലക്ഷ്മി, ബൈജു കൊട്ടറക്കര എന്നിവർ. ഞാൻ ഗോപികൃഷ്ണൻ, ഇവിടെ കഴിഞ്ഞ തവണയും കോടതിയും ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ വെളിവാകുന്നുള്ളത് ചോദിച്ചതാണ്. ഇത്തരത്തിൽ വിമർശന സ്വഭാവത്തിലെ ചില പരാമർശം കോടതി അന്നും ഉണ്ടായതാണ്. പക്ഷേ അത് ഉത്തരവിലേക്ക് വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കോടതി വാദം കേൾക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കോടതി ഉത്തരവ് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, വി മസ്റ്റ് ഒബ്സർവ് ദാറ്റ് വി ആർ റാദർ പെർപ്ലക്സ്ഡ് ബൈ ദ ഇനാക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഞങ്ങൾ അമ്പരന്ന് പോയി 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. 5ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് ദ കോണ്ടക്ട് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെഥാർജിക് എന്ന് 5ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. തൊട്ടടുത്ത 6ാമത്തെ പാരഗ്രാഫിൽ പിന്നെയും കോടതി ഘടിപ്പിക്കുന്നു, സൈലൻസ് ആൻഡ് ഇനാക്ഷൻ നോട്ട് ബീയിങ് ഓപ്ഷൻസ് അവൈലബിൾ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എനിമോർ എന്ന് പറഞ്ഞാൽ ആ വാദത്തിനിടയിൽ പറഞ്ഞ രൂക്ഷ വിമർശനങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവിലേക്ക് എത്തുമ്പോഴെത്തുന്നുവെങ്കിൽ സർക്കാരിന് ഇത് കനത്ത തിരിച്ചടിയല്ലേ ഗോപികൃഷ്ണൻ? ഒന്നാമത്തെ കാര്യം ഹാഷ്മി, അതിലൊരു തർക്കവുമില്ല. ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല, സർക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിൻ്റെ എല്ലാ വാദമുഖങ്ങളും പൊളിഞ്ഞു പോയിരിക്കുന്നു. അത് നേരത്തെ ധാർമ്മികമായി തന്നെ ആ വാദമുഖങ്ങൾ നേരത്തെ പൊളിഞ്ഞതാണ്. ഇപ്പോൾ നിയമപരമായി കൂടി കോടതിയുടെ മുന്നിലെത്തുമ്പോൾ നിയമപരമായി കൂടി അതിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, ഈ സർക്കാർ വളരെ എപ്പോഴും മേനി പറയുന്ന ഒന്നാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്, സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത്, തുല്യനീതി, ലിംഗനീതി എന്ന് പറയുന്നത്, ലിംഗസമത്വം എന്ന് പറയുന്നത്. ഇത്തരം നവീനമായ അല്ലെങ്കിൽ ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾ നടപ്പാക്കാൻ സദാ ബാധ്യസ്ഥമായ സർക്കാർ എന്നാണ് ഇടതുമുന്നണി സർക്കാർ മേനി പറഞ്ഞിരുന്നത്. അതാണ് 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കാൻ കാരണമായപ്പോൾ സർക്കാർ പറഞ്ഞത് ഞങ്ങളാണല്ലോ ഈ കമ്മിറ്റി രൂപീകരിച്ചത്, എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം, അങ്ങനെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ, പൊതുസമൂഹം അറിയട്ടെ എന്ന് നിലപാടെടുത്ത സർക്കാർ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുർബലമായ ഒരു വാദമാണ്, ഒരു ന്യായമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചത്. എന്തായിരുന്നു? ഇരകളുടെ പ്രൈവസി, അവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കേസെടുക്കാൻ കഴിയില്ല. നമുക്കറിയാം, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇത് കേരളത്തെ നടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഞെട്ടിയോ, ഹേമ ഞെട്ടിയോ എന്ന് എനിക്കറിയില്ല, ഞെട്ടലുണ്ടായ സംഭവം
ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഞാൻ നോക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഓർമ്മയുണ്ടാകുമല്ലോ. ഉണ്ട്. മാത്രമല്ല, മന്ത്രിയായി 3.5 വർഷക്കാലം പരാതിയുമായി ഒരാൾ പോലും സാംസ്കാരിക മന്ത്രിയെ സമീപിച്ചിട്ടില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ? ഇന്നിപ്പോൾ കോടതി പറയാണ് അതിനകത്ത് പോക്സോ കേസുണ്ട്, അതിനകത്ത് ബലാത്സംഗ കുറ്റമുണ്ട്, അതിനകത്ത് നഗ്നതാ പ്രദർശനമുണ്ട്, അതിനകത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഹേമ കമ്മീഷന് മുന്നിൽ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടും ഇരകളെ സംരക്ഷിക്കാൻ എന്ന ഒരു തൊടുന്യായം സർക്കാർ അവതരിപ്പിക്കുകയും അപ്പോൾ കോടതി ചോദിക്കുകയാണ്, ഇതിന്റെ പേര് പറഞ്ഞ് ശരി, നിങ്ങൾ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല, അതിന്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നടപടി എടുക്കാതിരിക്കാൻ കഴിയുക? അതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു കുറ്റകൃത്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു സമീപനം? അതുകൊണ്ടാണ് ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ ഭയപ്പെടുത്തുന്ന ഒരു നിഷ്ക്രിയത്വം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്. അടിമുടി സർക്കാരിനെ വിമർശിക്കുന്ന, സർക്കാരിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്ന, പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിന്റെ മുഖം പിച്ചി ചീന്തുന്ന ഇടപെടലാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഉറപ്പായും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോട് ഇപ്പോഴും ചോദിച്ചാൽ അദ്ദേഹം പറയും ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ അത്തരത്തിൽ വായിച്ചിട്ടില്ല എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രിയുടെ രാജി വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാവുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ്, ഒരു വിധി പ്രസ്താവമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഇനാക്ഷൻ? കോടതി ഇത്തരത്തിൽ ഏതെങ്കിലും ഉത്തരവ് എഴുതിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പെർപ്ലക്സ്ഡ് ബൈ ദിസ് ഇനാക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന കൊടിയ നിഷ്ക്രിയത്വം എന്ന് കോടതി പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ മാത്രമല്ല വിജയകുമാർ, ഇതിപ്പോൾ കമ്മീഷനായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കമ്മീഷനാക്കാതെ അത് കമ്മിറ്റിയാക്കിയത് മുതൽ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം 5 വർഷത്തോളം അടയിരുന്നത് മുതൽ അത് പുറത്തു വന്നപ്പോൾ കേസെടുക്കാതിരിക്കാൻ എന്താണ് വഴി എന്ന് നോക്കിയത് മുതൽ ഈ അമ്പരപ്പിക്കുന്ന നിഷ്ക്രിയത നമ്മൾ നേരത്തെ കാണുന്നതാണ്. കോടതി ഇപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. അതെ, ഈ അമ്പരപ്പ് നേരത്തെ ജസ്റ്റിസ് കെ ഹേമയ്ക്ക് ഈ മൊഴി എഴുതുന്ന സമയത്തുണ്ടായിരുന്നതാണ്. ഈ മലയാള സിനിമയിൽ ഇതൊക്കെയാണോ നടക്കുന്നത് എന്ന് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിന് തോന്നിയതാണ്. അതിൽ ആ അമ്പരപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അമ്പരന്നു പോയി ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്ന് ജസ്റ്റിസ് കെ ഹേമ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പരപ്പ് അന്ന് ആ കമ്മിറ്റിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടിനെ പറ്റി വാദം കേൾക്കുന്ന സമയത്ത് ആ കോടതിക്കും ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇത് കേരള സർക്കാരിനെതിരെയുള്ള ഒരു കുറ്റപത്രമാണ്. ഹൈക്കോടതിയുടെ ഇന്നത്തെ നടപടികളാകെ പരിശോധിച്ചാൽ ഇതൊരു ചാർജ് ഷീറ്റാണ്, ഒരു ചാർജ് മെമ്മോയാണ്. നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല എന്ന കൃത്യം 4 വർഷം 8 മാസം 19 ദിവസം അത്രയും ദിവസം ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുകയായിരുന്നു സർക്കാർ. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ സാംസ്കാരിക മന്ത്രി ഇതുവരെ റിപ്പോർട്ട് കണ്ടിട്ടില്ല. SIT രൂപീകരിച്ചത് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ പറ്റി പരിശോധിക്കാനല്ല, ആ റിപ്പോർട്ട് നോക്കേണ്ടതില്ല എന്ന് DGP ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അങ്ങനെ ഈ റിപ്പോർട്ടിന്മേലല്ല, റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ ചില പരാതികളിലാണ് ഒരു അടിമുടി അഴിച്ചുപണിയുടെ വാർത്ത വരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ മലപ്പുറം SP ശശിധരന് മാറ്റമെന്നുള്ള വാർത്ത വരുന്നു. മലപ്പുറം ജില്ലയിലെ DYSP മുതൽ മുകളിലോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മൊത്തം മാറ്റി. മലപ്പുറത്ത് പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മലപ്പുറത്തെ DYSP മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. ഷഫീദ് റാവുത്തർ ഒരു വച്ചിരുന്നു. ഷഫീദ്, അപ്പോൾ PV അൻവറിന്റെ ആരോപണത്തിന് ശേഷം 10-12 ദിവസമാകുന്നു. ഒരു ആക്ഷൻ, അൻവറിന്റെ പരാതിയിലുള്ള ആക്ഷൻ എന്ന് കരുതാവോ? വിക്കറ്റ് നമ്പർ 2 ആണോ വിജയകുമാർ? ഉറപ്പായിട്ടും PV അൻവറിന്റെ ആരോപണത്തിൽ 2ാം വിക്കറ്റും തെറിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട SP, മുൻ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആയിരുന്നു 1ാമത്തെ വിക്കറ്റെങ്കിൽ 2ാമത്തെ വിക്കറ്റ് മലപ്പുറം SP ആയിട്ടുള്ള S ശശിധരനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനമെടുത്തു. അല്പസമയത്തിനുള്ള തീരുമാനം ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്യും. അതൊരു വെറും മാറ്റമല്ല. DYSP മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും, അത് വിഭാഗങ്ങൾ തിരിച്ചുകൊണ്ട് മുഴുവൻ ഉദ്യോഗസ്ഥരെയും, മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും മാറ്റാൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റാൻ മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ ആരോപണം ഉന്നയിച്ചു തുടങ്ങിയ ആദ്യ ഘട്ടം മുതൽ മലപ്പുറത്തെ തലപ്പത്തുള്ള പോലീസുകാർക്കെതിരെ അൻവർ ഓരോന്നായി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ തുടങ്ങി ആ പരാതി ഈ ഉന്നത ഉദ്യോഗസ്ഥന്, ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയപ്പോൾ അതിൽ സ്വീകരിച്ച തുടർ നടപടികളിലെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ PV അൻവർ മാധ്യമങ്ങളിലൂടെ നിരത്തിയതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പരാതിയായി എഴുതി നൽകിയതുമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടുകൂടി അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പോലീസ് വീഴ്ച, അത് ചില പോലീസ് സ്റ്റേഷൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം അത് PV അൻവർ കാണിച്ചു. മാത്രമല്ല ചില വ്യാജ ലഹരി കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമയ്ക്കുന്നു എന്നുള്ള ആരോപണം അതടക്കം PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ രാഷ്ട്രീയമായി പോലും SP ശശിധരനിലാണ് അൻവർ ആ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു വേദിയിൽ ഒരു സൗന്ദര്യപ്പിണക്കം മട്ടിൽ തോന്നിച്ചു. അതിനുശേഷം അത് ആളി കത്തിപ്പടർന്ന് ഈ ദിവസങ്ങളത്തിന് 12 ദിവസം സർക്കാരിനെ പിടിച്ചിരിക്കുന്ന വിവാദമായി മാറി നമ്മൾ കണ്ടതാണ്. അപ്പോൾ എവിടെ നിന്ന് ഈ കത്തിപ്പടൽ തുടങ്ങിയോ അവിടെ നിന്ന് നടപടി തുടങ്ങി എന്ന് കരുതാവോ? അധികം വൈകാതെ ADGP-യിലേക്ക് എത്തും എന്ന് കരുതാവോ?
ADGP-യിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സംശയങ്ങൾ പലതാണ്. കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നടപടി കൊണ്ട് ADGP MR അജിത് കുമാറിലേക്കുള്ള വഴി അത് അടയ്ക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ സംശയിക്കുന്നുണ്ട്. ഏതായാലും SP ശശിധരനെ ഉൾപ്പെടെയുള്ള മാറ്റാനുള്ള തീരുമാനം അതെടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ പ്രതിരോധമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇതുവരെയും ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രിയുടെ അല്പസമയം മുൻപത്തെ പ്രസംഗത്തിലും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി മറുപടി പറയുന്നതല്ലാതെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലോ അതല്ലെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരെ അടക്കം ഉയർന്ന മറ്റ് ആരോപണങ്ങളിലോ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. പക്ഷേ ചില നിർണായക തീരുമാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ മൗനം വെടിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഹാഷ്മി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം മുൻപ് നമ്മൾ കോഴിക്കോട് സമാനമായ ഒരു നടപടി നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണകക്ഷി MLA-യുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പത്തനംതിട്ട SP മുൻ മലപ്പുറം SP ആയിരുന്ന സുജിത്ദാസിനെ മാറ്റുന്നു, അതേപോലെ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ മലപ്പുറം SP ശശിധരനെ അടക്കം മാറ്റിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ അത് ഏത് രീതിയിലേക്ക് അജിത് കുമാറിന് ഗുണകരമാകുമോ ദോഷമാകുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ചില തിരക്കിട്ട നീക്കങ്ങൾ അതിപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ്. ഷഫീദ്, നാളെ ഇപ്പോൾ മുന്നണി യോഗമാണ്, LDF യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ CPI ഉന്നയിക്കാൻ പോകുന്നത് ഈ അജിത് കുമാറിനെ മാറ്റണം എന്നതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി അജിത് കുമാർ തുടരരുത് എന്ന നിലപാട് CPI സ്വീകരിക്കും എന്നാണ് പൊതുവെ കേൾക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ശശിധരൻ്റെയൊക്കെ മാറ്റം യഥാർത്ഥത്തിൽ അത് PV അൻവറിൻ്റെ ഒരു ആവശ്യമെന്ന നിലയിൽ മാത്രമാണ് ഇവിടെ ചർച്ചയായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ഗൗരവമുള്ള പ്രശ്നം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതിന്മേൽ ഇന്ന് ഈ വിവാദങ്ങളിൽ പ്രതികരിച്ചെങ്കിലും ഈ ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച് ഒരു വാക്ക് പോലും ഒരു അക്ഷരം പോലും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം നടപടികളിലൂടെ ഈ മുന്നണി യോഗത്തിലെ ചർച്ചകൾ ഒഴിവാക്കാൻ എന്തായാലും കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ ഈ വിഷയം അജിത് കുമാർ RSS കൂടിക്കാഴ്ച എന്ന നിലയിൽ തന്നെയാകില്ലേ വരിക? അതിനെന്തെങ്കിലും ഒരു മറുപടി ഇനി പുറത്തു പറഞ്ഞില്ലെങ്കിൽ മുന്നണി യോഗത്തിലെങ്കിലും മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരില്ലേ? നാളത്തെ LDF മുന്നണി യോഗം അത് സ്വാഭാവികമായും വലിയ തരത്തിൽ നിർണായകമാണ്. കാരണം ഈ ഇക്കണ്ട ആരോപണങ്ങളൊക്കെ ഉയർന്നു. അതിൽ CPIക്കുള്ള അതൃപ്തിയും മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനടക്കം അവർ പ്രത്യക്ഷമായി ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചർച്ചയാകും. ഒരുപക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം അന്ന് തീർത്ത പ്രതിരോധമൊന്നും മുന്നണി യോഗത്തിൽ തീർക്കുക എളുപ്പമാകില്ല. കാരണം ഇതിനോടകം തന്നെ CPI നേതാക്കൾ അവരുടെ നിലപാട് തുറന്നു പറഞ്ഞു. ഒരു RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ, പോലീസ് തലപ്പത്തെ രണ്ടാമനെ എങ്ങനെ തുടരാൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രധാനമായും ബിനോയ് വിശ്വം തന്നെ ചോദിച്ചൊരു ചോദ്യം. മാത്രമല്ല ഇന്നും അദ്ദേഹം സമാനമായ രീതിയിൽ ചില പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തു. പ്രധാനമായും അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാണിച്ച പ്രതികരണം അത് ഈ വിധത്തിലായിരുന്നു. അതായത് ഈ ഊഴം വെച്ച് ADGP RSS നേതാക്കളെ കണ്ടതെന്തിന്? കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വരണം, കൂടിക്കാഴ്ചയുടെ പൊരുളറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ സ്വാഭാവികമാണ് നാളത്തെ മുന്നണി യോഗത്തിൽ ആ രീതിയിലുള്ള വിമർശനം PV അൻവർ പറഞ്ഞത് ശരിയാണെന്ന് ആരും പറഞ്ഞ് നമ്മൾ കേട്ടില്ല. PV അൻവർ പറഞ്ഞത് പരിശോധിക്കണമെന്ന് MV ഗോവിന്ദനാവട്ടെ എല്ലാവരും ഇപ്പോൾ മുഖ്യമന്ത്രി കാര്യമായി പ്രതികരണം നടത്തിയിട്ടില്ല. ആരും PV അൻവർ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നില്ല. ഇതിപ്പോൾ അൻവറിൻ്റെ ഒരു ആരോപണത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ മലപ്പുറം SP കൂടി പുറത്തേക്ക് തെറിക്കുമ്പോൾ ആദ്യം സുജിത്ദാസ് തെറിച്ചപ്പോൾ അൻവർ പറയുന്നത് ശരിയാണ് എന്ന് സർക്കാർ സമ്മതിക്കുകയാണ്, അല്ലേ ഷഫീദ്? ഉറപ്പായിട്ടും അത് ഇതുവരെയും പ്രത്യക്ഷമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ സർക്കാരിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിയോ സമ്മതിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പരാതികളൊക്കെ കണ്ടതിന് ശേഷം കൂടിക്കാഴ്ചയിൽ അൻവറിനെല്ലാം ഉറപ്പും നൽകുന്ന അൻവർ മാത്രമാണ് പറഞ്ഞത്. മറ്റാരും അതുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു പ്രതികരണം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഭാഗികമായി PV അൻവറിനെ ഒരു പരസ്യമായി തള്ളുമെങ്കിലും അദ്ദേഹം പൊതിഞ്ഞു വെച്ച് സംസാരിക്കുന്ന രീതി MV ഗോവിന്ദനിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം നടപടികൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും PV അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുകയാണ്. സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ നേരത്തെ ആഭ്യന്തര വകുപ്പിൽ നടന്നു. പക്ഷേ അദ്ദേഹത്തെ ഇനിയും സംരക്ഷിച്ചാൽ സർക്കാർ നാണക്കേടാകുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് PV അൻവർ മുഖ്യമന്ത്രിയെ നേരിൽ ഷഫീദ് പാർട്ടി കൈ ഒഴിഞ്ഞിട്ടും മുന്നണിക്കകത്തുനിന്ന് CPI പോലെ ഒരു പ്രധാന ഘടകകക്ഷി വിമർശനം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ഈ ഉയർന്നു വന്ന വിവാദങ്ങളിൽ വ്യക്തതയോടുകൂടി ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെയും ഒക്കെ നമ്മൾ കരുതിയിരുന്നത് ഇന്നോ നാളെയോ ആയി അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ്. PV അൻവർ ഈ വിവാദങ്ങളൊക്കെ തുടങ്ങുന്നത് ശശിധരനോടുള്ള എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ടാണ്. നമുക്കറിയാം വേദിയിലുണ്ടായ പ്രശ്നം, അതിനുശേഷം സമരം ചെയ്യാനുള്ള തീരുമാനം, അതിനുശേഷമാണ് സുജിത്ദാസ് ഈ സ്ക്രീനിലേക്ക് വരുന്നത്. ഇപ്പോൾ സുജിത്ദാസും പോകുന്നു, തൊട്ടു പിന്നാലെ ശശിധരനും തെറിക്കുന്നു എന്ന് പറഞ്ഞാൽ PV അൻവറിനെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ആ പ്രശ്നം ഒന്നൊന്നായി അവിടെ അവസാനിപ്പിച്ച് അതിനുശേഷം
ഒരു വിശദീകരണവുമായി മുഖ്യമന്ത്രി വരുന്നു. ഇങ്ങനെ ഒരു സാധ്യതയാണോ ഇനി ഉള്ളത്? കൃഷ്ണൻ, അങ്ങനെ ഒരു സാധ്യത സംശയിച്ചാലും തെറ്റില്ല. കാരണം ADGP MR അജിത് കുമാറിലേക്ക് കാര്യങ്ങൾ അധികം പോകാതെ ഇത് ഇവിടെ വെച്ചങ്ങ് മുറിച്ചു കളയുക എന്നുള്ള ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഉണ്ടോ എന്നുള്ള കാര്യം അത് ഏറ്റവും പ്രധാനമാണ്. കാരണം മുഖ്യമന്ത്രി ഇന്ന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളുള്ള പ്രസംഗമല്ലാതെ നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മറ്റ് ആരോപണങ്ങളിൽ അദ്ദേഹം ഒരു മറുപടി നൽകാൻ തയ്യാറായില്ല. SP സുജിദാസ്, മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അവരോടുകൂടി ഇത് ഈ ഒരു പ്രക്രിയ, ഒരു തെറ്റിദ്ധരുത്തൽ പ്രക്രിയ അവസാനിക്കുമോ, അതല്ലെങ്കിൽ പോലീസ് തലപ്പത്തെ രണ്ടാമനിലേക്ക് നടപടിയെടുക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ തന്നെ തിരുത്തുന്നതിന് തുല്യമാകും, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണോ ഇതെന്ന് സ്വാഭാവികമായും സംശയിക്കാം. ഏതായാലും അതൊന്നും അത്ര എളുപ്പമാവില്ല മുഖ്യമന്ത്രിക്ക് എന്നുള്ള കാര്യം. ഒരു നിമിഷം, ഇപ്പോൾ ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രസംഗം, അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ച അതേ വേദിയിൽ തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. ADGPയും RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച എന്ന വാർത്ത വന്നു. അത് CPMുമായി അതിന് ലിങ്ക് ഉണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് RSSുമായി ബന്ധമില്ല. ഞങ്ങൾ RSSുമായി ബന്ധമുണ്ടാക്കാനാണെങ്കിൽ മോഹൻ ഭാഗവതുമായി ബാന്ധവം ഉണ്ടാക്കിയാൽ പോരെ എന്ന് MV ഗോവിന്ദൻ ചോദിക്കുന്നു. നിരന്തരമായി CPMനെതിരെ കള്ളപ്രചാരണം നടത്തുകയാണ്. ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം CPMനില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കില്ല. ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ വിവാദം ഉണ്ടായ ശേഷം CPM സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ട് ആവശ്യം. PV Anwar വിക്കറ്റ് നമ്പർ 2 ആയി കണക്കാക്കാവോ മലപ്പുറം SPക്കുള്ള സ്ഥലമാറ്റം? അങ്ങനെ നമ്മൾ എണ്ണിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. ഞാൻ കുറെ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ നെറ്റ്വർക്കിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ പിന്നാമ്പറോട്ടത്തിലായിരുന്നു. എന്താ സംഭവിച്ചത് മലപ്പുറം SP തെറിക്കുന്നു എന്നുള്ളതാണ് ഈ വൈകുന്നേരത്തെ വാർത്ത. ശ്രീ അൻവർ, താങ്കളുടെ പോരാട്ടത്തിന് ഫലം കണ്ടു തുടങ്ങുന്നു എന്ന് കരുതാവോ? അല്ല, അത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. എന്റെ പോരാട്ടം എന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ആശ്വാസമാണ്. അതിന് യാതൊരു തർക്കമില്ല. ഒരു ശശീന്ദ്രൻ മാത്രം തെറിച്ചാൽ പോരാ. ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് DYSP ലെവൽ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം, SP അടക്കം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലാ പോലീസിനെ കംപ്ലീറ്റായി അഴിച്ചു പണിയുന്ന സർക്കാർ. നല്ല കാര്യമാണ്, നല്ല കാര്യം. സുജിത് ദാസിന് എതിരെ നടപടി ഉണ്ടായി. പിന്നെ താങ്കൾ ആദ്യം തന്നെ വിമർശനം ഉന്നയിച്ച ശശിധരനെ ഇപ്പോഴിതാ മാറ്റി. അതായത് താങ്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചിരിക്കുന്നു എന്ന ഒരു മാനസികാവസ്ഥയാണോ ഇപ്പോഴുള്ളത്? ഇല്ല, അങ്ങനെ ഞാൻ കണ്ടില്ല, വാർത്തയാണല്ലോ. ഞാനിപ്പോ ഫോൺ സ്വിച്ച് ഓൺ ആകുമ്പോഴാണ് ഹാഷ്മി വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. നമ്മൾ അത് ഉയർത്തിയ കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും ഉൾക്കൊണ്ട് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ആശ്വാസവും സന്തോഷവും തന്നെയല്ലേ. അതല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കൾ മുന്നോട്ട് വെച്ച 2 പ്രധാന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു, അങ്ങനെ കാണുന്നുണ്ടോ എന്നാണ് ശ്രീ PV Anwar. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്. ആത്യന്തികമായി താങ്കൾ പറഞ്ഞത്, താങ്കൾ ദാവൂദ് ഇബ്രാഹിം മോഡൽ എന്ന് പറഞ്ഞത്, അതിനുശേഷം ദാവൂദ് ഇബ്രാഹിം അല്ല ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത് ADGP കുറിച്ചാണ്. ADGPയുടെ തൊപ്പിയും ഉടൻ തന്നെ തെറിക്കും എന്ന് പ്രതീക്ഷയുണ്ടോ ശ്രീ അൻവർ? 100% പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതെ ഈ കാര്യങ്ങൾ എവിടെ എത്തും? നാളെ LDF യോഗമാണ് ശ്രീ PV Anwar. നാളെ മുഖ്യമന്ത്രി ഇതുവരെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പുറത്തു വേദിയിലോ താങ്കൾ ഉന്നയിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ ചില പ്രതികരണങ്ങൾ, അതും എന്താണ്, അതിലൊരു വ്യക്തതയുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നാളെ മുന്നണി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒക്കെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നാളത്തെ മുന്നണി യോഗം താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ LDF കമ്മിറ്റിയിലില്ലല്ലോ. ഇല്ല, എങ്കിലും താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ വിഷയം അവിടെ ചർച്ചയാകാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അതെനിക്കറിയില്ല. നാളെ താങ്കൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറയുന്നു, സ്ഥിരീകരിക്കാമല്ലോ അല്ലാതെ? ഇല്ല, വെറുതെ പോകുന്നില്ല. ഞാൻ കാര്യത്തില ഇല്ലല്ല. ഞാൻ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ശ്രീ PV Anwar, ഇപ്പോൾ താങ്കൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിൽ താങ്കൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ആയത് വീട്ടിൽ നിന്ന് വന്നല്ല, പാർട്ടിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് പാർട്ടിയോടും താങ്കൾക്ക് ബാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയോടുമുണ്ട്. ഇങ്ങനെയായിരുന്നല്ലോ അന്ന് പറഞ്ഞത്, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരെ ഇപ്പൊ നടപടി ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ ADGPയെ സംരക്ഷിച്ച് നടത്തുന്ന P ശശിക്കെതിരെയും പാർട്ടി നടപടി എടുക്കണം എന്നൊരു ആവശ്യം താങ്കൾക്ക് ഉണ്ടാകുമല്ലോ. കാരണം സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണല്ലോ താങ്കൾ നിർവഹിക്കുന്നത്. അല്ല, അതൊക്കെ നമുക്ക് നോക്കാമെന്ന്. ഞാൻ മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്നതാ. നിങ്ങൾ പറയുന്ന ഒരു ആംഗിളിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണെന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ റോൾ എന്താണെന്നും വളരെ വിശദീകരിച്ചാണ്. ഇപ്പൊ ഈ പാർട്ടിയിലുണ്ടായ ഈ പോലീസിംഗുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സഖാക്കൾക്കുണ്ടായ എല്ലാ വിഷമത്തിന്റെയും ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലക്ക്
അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ നാക്കുപിഴ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ശരി, അല്ല അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരെ മാത്രം നടപടി ഉണ്ടായാൽ മതിയോ, അതോ P ശശിക്കെതിരെയും നടപടി വേണമോ? കാരണം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി നിങ്ങൾ കണ്ട. അൻവർ പരാതി എഴുതി തരട്ടെ, ഏത് പരാതി ആര് തന്നാലും അന്വേഷിക്കും ഈ പാർട്ടി എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ അതില്ല എന്ന് അപ്പം ആ പത്രസമ്മേളനത്തിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്താണ് കൊടുത്ത പരാതി. അപ്പോ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതിന്റെ കുറെ വിശദാംശങ്ങളും കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ കിട്ടേണ്ടതുണ്ട്. അതെല്ലാം പാർട്ടി സെക്രട്ടറി താങ്കൾ ഇന്നലെ ഈ മാമിയുടെ വീട്ടിൽ പോയി, അതിനുശേഷം ആ പോലീസ് സ്റ്റേഷനിൽ ആ നിർമ്മാണം അനധികൃത നിർമ്മാണം നടന്ന സ്ഥലത്ത് പോയി. ഇന്നും താങ്കൾ അത്തരത്തിൽ ഈ വ്യവഹാരങ്ങളുടെ പിന്നാലെ തന്നെ ആയിരുന്നോ? ഇന്ന് എവിടെ പോയി എന്ന് വെളിപ്പെടുത്താൻ കഴിയുമോ ശ്രീ അൻവർ? ഞാൻ വ്യവഹാരം, അതായത് ഞാൻ ഫോണില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. അതെ ചോദിക്കുന്നത്. ഇന്നും സ്ഥലത്തല്ല, ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ടാണ് പോയത്. കാരണം അല്ല ഇന്നും ഈ പോലീസിന്റെ അട്രോസിറ്റി തേടിയുള്ള യാത്രയിലായിരുന്നു. അത് തന്നെയാണ് പണി, വേറെ ഒരു പണിയില്ല. ശരി, നാളെ ശ്രീ PV അൻവർ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. പരാതിക്കാരനായി നിൽക്കുന്നയാളാണ് താങ്കൾ. 2 കാര്യങ്ങളിൽ തീരുമാനമുണ്ടായി, സുജിത് ദാസിന്റെ കാര്യത്തിൽ, ഇപ്പോഴത്തെ മലപ്പുറം SP ശശിധരന്റെ കാര്യത്തിലും. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ താങ്കൾ മുന്നോട്ട് വെച്ച പരാതിയിൽ ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ആരാ അപ്പുറത്തുള്ളത്? ആരാ എങ്ങനെയുള്ളത്? ഗോപികൃഷ്ണൻ. ഗോപി, താങ്ക് യു. കുറെ കാലമായി ശബ്ദം കേട്ടിട്ട്. അപ്പൊ ഗോപി, ഞാൻ പൊതുവിലൊരു പ്രതിഷേധ ആളാണെന്ന് ഗോപിക്ക് അറിയാലോ. ഞാൻ വളരെ വ്യക്തമാക്കി, എന്റെ ലൈഫിൽ നിരാശ എന്ന അക്ഷരം എന്റെ ഡിക്ഷണറിയിൽ ഞാൻ ഏതോ കാലത്ത് വെട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നാളത്തെ ഇടതുപക്ഷ യോഗത്തിലും ഞാൻ പ്രതീക്ഷയിലാണ്. അല്ല, ആ പ്രതീക്ഷ ഏത് നിലയ്ക്കുള്ള പ്രതീക്ഷയാണുള്ളത്? അല്ല, നിങ്ങൾ ഇപ്പോ ഞാൻ ഗോപിയെ കുറിച്ചല്ല പറയുന്നത്. ചില ആളുകളൊക്കെ ഒരു നടപടി ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല, PV അൻവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരും എന്നൊക്കെ ആയിരുന്നല്ലോ കണക്ക് കൂട്ടിയിരുന്നതും പറഞ്ഞിരുന്നതൊക്കെ. എല്ലാവരുമല്ല, ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തില്. ഇപ്പൊ എന്താ ഈ സുജിത് ദാസ് തെറിച്ചു, ഇപ്പതാ പറയുന്ന ശശി മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസർമാർക്കും മാറ്റം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ആശ്മി അറിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അതില് ആക്ഷൻ ഉണ്ട് എന്ന കാര്യത്തില് ഉറപ്പാണല്ലോ. ശശിധരന് പൂർണ്ണ പിന്തുണയുമായി കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്നത് അജിത് കുമാർ അല്ലേ? ഈ ശശിധരന് എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറത്തെ കേസുകളുടെ കുത്തനെയുള്ള വർധനവൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ചയാവുന്ന ദിവസം കൂടിയാണ് ശ്രീ അൻവർ. അതിന്റെ വേറെ ഡയമെൻഷനിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ശശിധരന് പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയുമായി നിന്ന് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായാൽ മാത്രമേ താങ്കളുടെ ആ പോരാട്ടം ആദ്യഘട്ടം പൂർണ്ണമാവുകയുള്ളൂ. പിന്നീടാണല്ലോ ശശിയിലേക്കൊക്കെ. ആദ്യം അജിത് കുമാറിന്റെ നടപടി ഉണ്ടാവണം. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നോ അൻവർ? എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, ഉണ്ടാകും എന്ന ഉറപ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സുജിത് ദാസ് കൊണ്ടുവന്ന, അതായത് ഒരു ബൈക്കിൽ ഞാനും ആശ്മിയും പോവുകയാണെങ്കിൽ ഒരു കേസ് എടുത്താൽ ആശ്മിക്ക് ഒരു FIR, എനിക്കൊരു FIR, മനസ്സിലായോ? ഇപ്പോ ശശിധരൻ ചെയ്ത് വന്നത് അവിടെ നോക്കി ആരെയും നിൽക്കുന്നുണ്ടെങ്കിൽ അവനും കൂടി പ്രതിയാക്കും. അപ്പൊ 3ാമത്തെ FIR. അപ്പൊ സുജിത് ദാസ് 40,000 FIR മലപ്പുറം ജില്ലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് 60,000 എത്തിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഈ ചങ്ങാതി ശശിധരൻ. ശനിവാർ 12,000 നിന്നാണ് 40,000 എത്തിച്ച സുജിത് ദാസ്. അതായത് 12,000 FIR ശരാശരിയിൽ നിന്ന് 40,000 എത്തിക്കുന്നു, അതിന്റെ മുകളിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേറെ ഡയമെൻഷൻ ആണെന്നേ അൻവർ. അതെ ആശ്മി, നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. ഇപ്പോ ഈ ശശിധരൻ പറഞ്ഞത് എനിക്കറിയില്ല ഇപ്പൊ അതിന്റെ കണക്ക്, ഞാനത് പരിശോധിക്കാൻ നിൽക്കാറില്ല. സ്വാഭാവികമായിട്ട് എന്തായാലും സുജിത് ദാസിന്റെ മേലെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് കാണുന്നത്. കാരണം അങ്ങനെയാണ് ആ മൈൻഡ് സെറ്റ്. അങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം. അല്ല, ശ്രീ PV അൻവർ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ എപ്പോഴും പറയാറുള്ളത് പിതൃതുല്യമായ വാത്സല്യമാണ് താങ്കൾക്ക് അദ്ദേഹത്തോടുള്ളതെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് തിരിച്ചും താങ്കളോട് ആ തരത്തിലുള്ള പരിഗണന താങ്കൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ്. എന്നിട്ടും സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഉള്ള ചുമതലയുള്ള ADGPക്കെതിരെ താങ്കൾ വളരെ ഗൗരവ സ്വഭാവമുള്ള, അതായത് സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ചിട്ടും ഇപ്പോഴും ADGP സംരക്ഷിക്കപ്പെടുന്നതിന് പിന്നിൽ എന്ത് താല്പര്യം പ്രവർത്തിക്കുന്നുവെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഞാനതില് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംരക്ഷിക്കപ്പെടുന്നതെന്ന് ഈ നിമിഷവും ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം വിശ്വസിച്ച ഉറപ്പിച്ച് നിർത്തുന്ന ആളുകള് അവരിൽ തെറ്റ് വന്നിട്ടുണ്ട്, അവർ ചതി ചെയ്തിട്ടുണ്ട് എന്ന് ഞാനല്ല എന്നെ പോലത്തെ 10 ആള് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിനൊരു ബോധ്യപ്പെടേണ്ടതുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ.
ആ ബോധ്യം, ആ അന്വേഷണം നടക്കുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അത് ബോധ്യപ്പെടുന്ന മുറക്ക് ആ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, അത് ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള വിവരങ്ങൾ താങ്കൾക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ കഴിഞ്ഞില്ല എന്നല്ലേ അപ്പോൾ അതിന്റെ അർത്ഥം? അല്ലാതെ ഞാൻ കൊടുത്ത കാര്യങ്ങൾ വെരിഫൈ ചെയ്യണ്ടേ? ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നത് മുഴുവൻ സൂചനാ തെളിവുകളാണ്. ആ സൂചനയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് പോകേണ്ടത് ആരാണ്? ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അതാണല്ലോ ഈ പ്രൈമ ഫേസിയ 1 മാസത്തെ സമയം കൊടുത്തത്. അല്ല, പക്ഷെ അപ്പോഴും ആ സംഘത്തിൽ താങ്കൾക്ക് വിശ്വാസമില്ലല്ലോ. അല്ല, ഞാൻ ആ സംഘത്തിൽ വിശ്വാസക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറയാത്തത് പറയരുത്. അല്ല, ഞാൻ ചോദിക്കാം, അന്വേഷണ സംഘത്തിൽ അപ്പോൾ താങ്കൾക്ക് വിശ്വാസമുണ്ട് അല്ലേ? ഞാനിപ്പോ ഇപ്പോ ഈ നിമിഷം ഞാൻ വിശ്വാസമാണ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട DIG എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത ആ രീതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തില്. ഇപ്പോ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അൻവർ, ഇവിടെ താങ്കൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഭാര്യയുമായി പോലും നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവർ ഫോൺ ചോർത്തുന്നുണ്ട്, കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് ഇനിയും കുറെ അധികം കാര്യങ്ങൾ താങ്കളുടെ പക്കലുണ്ട്. യെസ്, അതെ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തില് ഞാൻ ഒഫീഷ്യലായിട്ട് ഇന്ന് ഇപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ DGPക്ക് പരാതി കൊടുക്കും. കാരണം തിരുവനന്തപുരത്തുള്ള എന്റെ PA, അവന്റെ അമ്മ ഹോസ്പിറ്റലാണുള്ളത്. അത് എത്താനുള്ളൊരു താമസം 1.5 മണിക്കൂറായി. ഞാൻ പുള്ളി MLA ഹോസ്റ്റലിൽ എന്റെ ഓഫീസിൽ എത്താൻ വെയിറ്റ് ചെയ്യാണ്. അത് എത്തി അപ്പം മെയിൽ കൊടുക്കും. അത് മുഖ്യമന്ത്രിക്കും ഉണ്ട്, അതുപോലെ തന്നെ DGPക്കും ഉണ്ട്. ഇന്നലെ പറഞ്ഞ ഫോൺ ചോർത്തലാണോ കേസ് അട്ടിമറിയിലാണോ അൻവർ? ഫോൺ ചോർത്തലാണോ കേസ് അട്ടിമറിയിലാണോ? ഇന്ന് DGPക്ക് കൊടുക്കുന്നത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ലെറ്ററാണ്. ഈ ADGP MR അജിത് കുമാർ ആ പദവിയിൽ തുടരുന്നത് ഒരുപക്ഷെ താങ്കളെ കുരുക്കാനായിരിക്കും എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് അത്തരമൊരു ഭീഷണി താങ്കൾക്ക് മേലുണ്ട് എന്ന് താങ്കൾ അത് ഭംഗേന്ദ്രനെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനത്തിൽ. അതേ സാഹചര്യം തന്നെയാണല്ലേ ശ്രീ PV അൻവർ ഇപ്പോഴും ഉള്ളത്? അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, ADGP അജിത് കുമാർ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ആ ഫോൺ ഡീറ്റെയിൽസ്, അതായത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞു. അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തി ഇനി അന്വേഷണം നടത്തിയാൽ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതുവരെ അതിന് സമയം എടുക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ എന്താ പറയാ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നത്, ഇനിയും ആ പൊസിഷനിൽ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തുന്നത് ഈ അന്വേഷണത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ആ നിലപാട് ഒരു കാര്യം കൂടി ശ്രീ PV അൻവർ, ഇപ്പോൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഇനിയും ഒരുപാട് വിവരങ്ങൾ താങ്കളുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ താങ്കളുടെ കൈവശമുണ്ടോ? അല്ല, എന്റെ അടുത്ത് ഇനിയുള്ള വിവരങ്ങൾ അത് വിട്ടേക്ക്, അത് കഴിഞ്ഞു. ഇത് അങ്ങാടിപ്പാട്ടായി. ആർക്കത് മനസ്സിലാവാത്തത്? ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ ഈ ചങ്ങാതി RSS തന്നെയാണ് എന്ന്? RSSകാരുമായി ബന്ധപ്പെട്ട് എന്നല്ല, ഇനി അദ്ദേഹം RSS ആണ് എന്ന് ഈ നാട്ടിലെ ജനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൃത്യമായി അറിയുന്ന ചില രാഷ്ട്രീയ തെളിവുകളാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നത്. അല്ല ശ്രീ PV അൻവർ, താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി ADGPക്കെതിരെ നടപടി എടുക്കാത്തതിന് താങ്കൾ കാണുന്ന കാരണം ഈ താങ്കൾ കൊടുത്ത വിവരങ്ങളൊക്കെ വെരിഫൈ ചെയ്യണമല്ലോ, അതിനുശേഷമല്ലേ അദ്ദേഹത്തിന് നടപടി എടുക്കാൻ കഴിയൂ എന്നാണ്. പക്ഷേ ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വെരിഫിക്കേഷന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് നേരത്തെ തന്നെ റിപ്പോർട്ട് കിട്ടിയതാണ്. അദ്ദേഹം അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചില്ല എന്ന കുറ്റമാണ് അദ്ദേഹത്തിന് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ടും ADGP അങ്ങനെയാണെങ്കിൽ സംരക്ഷിക്കപ്പെടുകയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ നാട്ടുകാർ അങ്ങാടിപ്പാട്ടായല്ലോ എന്ന്, എന്നിട്ടും മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, നടപടിയുമില്ല. അല്ല, അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറയാൻ പോയത് പറയട്ടെ. ഞാൻ പറയാൻ പോയ കാര്യം, ഇതുവരെ ഞാൻ അവർക്ക് ADGP ഈ സംഘത്തിനെതിരെ പറഞ്ഞത് ഇവരുടെ സാമ്പത്തിക തട്ടിപ്പും അവരുടെ ക്രിമിനലിസവും അവരുടെ വ്യഭിചാരവും അവരുടെ മറ്റുള്ള കാര്യങ്ങളാണ്. ഇനി കേരളീയ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ചില രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ അട്ടിമറിക്കാൻ ഈ പറയുന്ന ഗ്രൂപ്പ് കളിച്ച കളിയാണ്. അത് കൃത്യമായ തെളിവുകളോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എത്രത്തോളം ഈ സംവിധാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ട്. ഈ സോളാർ കേസിന്റെ ഒക്കെ ആണോ? അല്ല, സോളാർ കേസ് വേറെ, അത് വേറെ ഉണ്ട്. ഇത് സോളാർ മാത്രമല്ല, സോളാറിന്റെ കാര്യമല്ല ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ആൾറെഡി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഞാനിപ്പോ പറയാൻ പോകുന്നത് ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഞെട്ടുന്ന എന്താ പറയാ മാൽ പ്രാക്ടീസ് കേസ് അന്വേഷണത്തിൽ നടത്തിയത്.
എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കേസ് അട്ടിമറിച്ചു ഇവർ, അങ്ങനെയാണോ? അതെ, ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ സർക്കാരിന് മാത്രമല്ല, അതൊക്കെ ചെന്ന് കുത്തുന്നത് എവിടെയാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാ. അവരുടെ ഫോൺ ചോർത്തിയത് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തതിന്റെ, പോലീസിന് ഫയർ ചെയ്ത റിപ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. പൂഴ്ത്തിയാള്. അല്ല, ഇതൊന്നും ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണോ? ഇല്ല, പൂഴ്ത്തിയാൽ ആരറിയും? ആർക്കറിയാൻ കഴിയും? ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ADGPക്ക്. അദ്ദേഹമാണ് പൂഴ്ത്തിയത്. ഉന്നത CPM നേതാക്കളുടെ ഫോൺ ചോർത്തിയ കാര്യം വന്ന റിപ്പോർട്ട് പൂഴ്ത്തി, അങ്ങനെയാണ്? ഉന്നത CPM നേതാക്കളുടെ ഫോൺ ചോർത്തി, അത് ADGPക്ക് അറിയാമായിരുന്നു. ADGP അതെടുത്ത് മേശക്കടി വെച്ച് ഉണ്ടാതിരുന്നു അല്ലേ? അതെ അത് തന്നെ. ആരാണത്? അല്ല, ആരാണൊക്കെ നമുക്ക് പിന്നെ പറയാം. അല്ലെ, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്തേക്കും അത് എത്തിയിട്ടുണ്ടാകണമല്ലോ. അദ്ദേഹം കൂടി ചേർന്നിട്ടാകണമല്ലോ ആ സംഗതിയൊക്കെ കാർപ്പറ്റിനടിയിലേക്ക് വെച്ചിരിക്കുന്നത്. അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ. ഞാൻ പാർട്ടിക്ക് വ്യക്തമായ പരാതി കൊടുക്കുന്നുണ്ട്, അതാ പറഞ്ഞത്. ഞാൻ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് അറിയുമോ? എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നായ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോണുകൾ ഇക്കൂട്ടർ ചോർത്തുന്നു, അതറിഞ്ഞ് ADGP മിണ്ടാതിരിക്കുന്നു എന്ന താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് ബോധ്യപ്പെട്ട് പറയുന്നതാണോ അത്? ഞാനല്ല പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന ആരാ? ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ് പറയുന്നത്. മനസ്സിലായോ? വായ കൊണ്ട് പറയല്ല. ADGPക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ പരിഗണനയാണ് ഞാൻ ഈ പറയുന്നത്. അതാ കേസോ ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയൊരു കേസാണ്. മനസ്സിലായില്ലേ? അല്ല അൻവർ, ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് ഫോൺ ചോർത്താം എന്നുള്ള ആ ലൂപ്പ് ഹോൾ വെച്ച് ഇവർ ആരുടെയൊക്കെ ചോർത്തുന്നുണ്ട് ശ്രീ അൻവർ. അല്ല അത് വേറെ. ഇതിപ്പോ ആ ലൂപ്പ് ഹോൾ വെച്ചിട്ടല്ല ഇത് ചോർത്തിയിരിക്കുന്നത്. ഇത് ലീഗലായിട്ട് ചോർത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് ലീഗലായിട്ടാ ചോർത്തി, മറ്റത് ഇല്ലീഗല്. അതിപ്പോ ആശ്മിയൊക്കെ ആരോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ പുറത്തു വരുള്ളൂ ആശ്മി. അല്ല ശ്രീ PV അൻവർ, ഒരു കാര്യം, അതായത് ഇങ്ങനെ ഒരു ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയുകയും അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി മാത്രം നടക്കാൻ സാധ്യതയുള്ളതുമായ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇനി വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് നടക്കുന്ന ചില സമാന്തര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാകുമല്ലോ അല്ലേ? അതല്ല, ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറയാനില്ല. ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഒറ്റ കേസ് മതി. ഈ സംഘം എത്രത്തോളം ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ സോളാർ കേസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത് വളരെ വിശദമായിട്ട് അന്വേഷിക്കേണ്ടടുത്തേക്ക് പോകുന്നുണ്ട്. ഞാനത് പാർട്ടി തലത്തിൽ തന്നെ ഈ പറയുന്ന ഞാൻ കൊടുക്കാൻ പോകുന്ന പരാതി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഒരു പോലീസുമില്ലാതെ നേർക്കുനേർ അന്വേഷിച്ചാൽ കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. പാർട്ടിക്ക് നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടാൻ പറ്റും പലതും. അത്രയും ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ ഈ പാർട്ടിക്കകത്ത് തെളിവുകൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അത് പാർട്ടിക്ക് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ കേസാണോ അതോ നേരത്തെയുള്ള കേസാണോ? ഈ സർക്കാർ ഈ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്തുണ്ടായ കേസാണോ അതിന് മുമ്പുള്ള കേസാണോ അത് താങ്കൾ ഈ പറയുന്നത്? അല്ലല്ല, രണ്ടിലുണ്ടായതാ. ഈ താങ്കൾ ഈ പറയുന്ന സംഘം ആർക്ക് വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ശ്രീ PV അൻവർ, താങ്കളുടെ അറിവിൽ? അത് ഈ പാർട്ടിയെ മറികടക്കാൻ ഈ കേസ് പൂർണ്ണമായിട്ടും RSSനെ സഹായിക്കാനായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം. RSSനെ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ കൊണ്ടിടാനായിരുന്നു. പണ്ട് AKG സെന്റർ ആക്രമിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ചു തെളിഞ്ഞത്. കേരളം മുഴുവൻ പറഞ്ഞിരുന്ന ടീച്ചർമാരെ കൊണ്ട് പറഞ്ഞു എന്നിട്ട് ഇവരെ തെരഞ്ഞെടുക്കാന്നല്ല പറഞ്ഞിരുന്നത്. എത്ര കാലെടുത്തു പോലീസ് കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ്. 6 മാസം കഴിഞ്ഞ് ഇത് കണ്ടെത്തിയത് നിവൃത്തിയില്ലാത്തതുകൊണ്ട്. AKG സെന്റർ ആക്രമണ കേസാണോ താങ്കൾ നേരത്തെ ഈ ചോർത്തലിന്റെ കാര്യത്തിൽ പറഞ്ഞത് ശ്രീ അൻവർ? സോറി, AKG സെന്റർ ആക്രമണ കേസിലെ കാര്യമാണോ ചോർത്തലിന്റെ കാര്യത്തിലും താങ്കൾ പറഞ്ഞ കേസ്? അതിപ്പോ RSSന് വേണ്ടി ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ അൻവർ, ഇവിടെ ADGP പോയി ദത്താത്രേയ ഹോസാബിലെ കാണുന്നുണ്ട്, റാം മാധവനെ കാണുന്നുണ്ട്. ഈ ADGPക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ ചോർത്തി കിട്ടുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ശ്രീ അൻവർ
ഈ ഇൻഫർമേഷൻ ഇവർക്ക് കൊടുത്തിട്ടില്ലെന്ന് ആർക്കറിയാം ശ്രീ അൻവർ? അതെന്നല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കോട് പറഞ്ഞു ആർക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ശ്രീ പി വി അൻവർ, മുഖ്യമന്ത്രി ക്ഷമിക്കണം, ഇപ്പോൾ ADGP MR അജിത് കുമാർ രാംമാധവിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ പേര് കേട്ടാൽ കേരളം ഞെട്ടും, നടുങ്ങുമെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ആ പേര് പുറത്തു വന്നിട്ടില്ല. താങ്കൾക്ക് അങ്ങനെ ഞെട്ടുന്ന നടുങ്ങുന്ന എന്തെങ്കിലും ഒരു പേരുകാരൻ ആ കൂട്ടത്തിൽ ഉണ്ടായി എന്ന വിവരമുണ്ടോ? ആ പുള്ളി ഒന്ന് പറയട്ടെ, പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാന്ന് പറയട്ടെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ ഈ പറയുന്ന, ഞാൻ ആദ്യം പുനർജനി സൂചിപ്പിച്ചപ്പോ ഒരു എന്താ പറയാ, അതിനൊരു തടയിടാൻ ഒരു വെറും വാക്ക് ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ. വി ഡി സതീശൻ ഏത് മന്ത്രിയാ പോയതെന്നല്ലേ? വേണ്ട, ഒരു ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരും പോയിന്ന് പറയട്ടെ, ഒരു MLA പോയിന്ന് പറയട്ടെ. എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? അദ്ദേഹത്തിന് അറിയെങ്കിൽ ആരെയും പറ്റിക്കുന്നത് ശ്രീ പി വി അൻവർ, ഇവരുടെ രീതി. ഈ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്ന് സംസാരിച്ചാൽ, അദ്ദേഹം ഒന്ന് പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളൂ? അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കാം? അല്ല, എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം ഇവരുടെ ക്രിമിനലിസമാണ്. ഞാൻ അതിന്റെ പിന്നാലെയാണ്. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും ഞാൻ എന്റെ ഫോക്കസ് ഒന്നും മാറില്ല. ഞാനിപ്പോ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു, നോട്ട് കമന്റ്സ് ഓൺ പൊളിറ്റിക്സ്. ഞാൻ മിനിയാന്നോട്ടുള്ള എന്റെ നിലപാട് അല്ല, അത് കറക്റ്റ്, ആ നിലപാട് ഞാൻ കേട്ടു. അല്ല, പക്ഷെ അപ്പോഴും താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉണ്ട്. അല്ല, അത് ഉണ്ടാകാം. അല്ല, അപ്പോൾ നാച്ചുറലി പൊളിറ്റിക്സ് ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ്. അല്ല, ഞാൻ ആ കാര്യത്തെ കുറിച്ച് പരാതി കൊടുക്കാൻ പോകുന്നു. ഞാൻ അതിന്റെ പഠനത്തിലാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ടോ? ഈ പാർട്ടിയെ സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ടോ? ഈ പാർട്ടിയെ കുരുക്കിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമം നടത്തിയപ്പോൾ തടയാൻ അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ? അതെല്ലാം നോക്കേണ്ടതാരാണ്? പാർട്ടിയാണ്. എനിക്കെന്താ സത്യ കാര്യങ്ങൾ ഇവടക്കം വിശദീകരിച്ചുകൊണ്ട് പരാതി കൊടുക്കാനേ പറ്റുള്ളൂ. അത് പാർട്ടി പരിശോധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്കൾ യാത്രയിലാണ് തോന്നുന്നു. യാത്രയിൽ ഇത്രയധികം സമയം സംസാരിച്ചു. താങ്ക് യു. എന്തായാലും മലപ്പുറം SP സ്ഥലമാറ്റമുണ്ട്. S ശശിധരന് വിജിലൻസ് SP ആയിട്ടാണ് സ്ഥലമാറ്റം. 3 ജില്ലകളുടെ ചുമതലയിൽ കൊച്ചിയിൽ നിയമനം. മലപ്പുറം SP മാറ്റിയത് വിജിലൻസിലേക്കാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് SPക്ക് മാറ്റമുണ്ട്. T വിക്രമന് മാറ്റം എക്സൈസിലേക്കാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തെ അടിമുടിയുള്ള മാറ്റമാണ്. അത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സുജിദാസിന്റെയും ശശിധരന്റെയും സ്ഥലമാറ്റം എന്നതും ശ്രദ്ധേയമാണ്. തിരികെ എത്താൻ നമ്മുടെ ചർച്ചയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ ആ വാർത്ത വന്ന് പി വി അൻവറിന് കിട്ടിയപ്പോൾ സംസാരിച്ചു. നമ്മുടെ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4 വർഷം പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ഇന്ന് കോടതി. അതാണ് വിഷയം. അഡ്വക്കേറ്റ് BN അസ്കർ, ബൈജു കൊട്ടരക്കര, ശ്രീ ഭാഗ്യലക്ഷ്മി, നിജേഷ് അരവ് എന്നിവർ ചേരുന്നു. അഡ്വക്കേറ്റ് BN അസ്കറിലേക്ക് BN അസ്കർ, ഇപ്പോൾ കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് താങ്കൾ വായിച്ചു എന്നാണ് പ്രതീക്ഷ. സാധാരണഗതിയിൽ കോടതി വാദങ്ങൾക്കിടയിൽ വാചാ പറയുന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താറില്ല. ഇന്ന് അങ്ങനെയല്ല. ഇത് സർക്കാരിൻ്റെ ഈ നിഷ്ക്രിയത്വം ഞങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് എന്ന് കോടതി അത് എഴുതി വെച്ചിട്ടുണ്ട്. കോടതി പറയുകയാണ്, ഇത്തരത്തിൽ സൈലൻസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് സർക്കാരിന് ഓപ്ഷനേ അല്ല എന്ന് കോടതി പറയുകയാണ്. അടിമുടി സർക്കാരിന് കോടതിയിൽ നിന്ന് ഇന്ന് കിട്ടിയ പ്രഹരത്തിന് കയ്യും കണക്കുണ്ടോ ശ്രീ ഭാസ്കർ? അതിനാവശ്യമായിട്ടുള്ള നിതാന്ത ജാഗ്രത പുലർത്തുകയാണ് കോടതികൾ എല്ലാ കാലത്തും ചെയ്യേണ്ടത്. അത്തരത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരുപക്ഷെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്ത ഒരു നിഷ്ക്രിയത്വം, അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമായി തന്നെ കോടതി കാണുന്നു. ആ നിഷ്ക്രിയത്വം, കുറ്റകരമായ മൗനവും കോടതി വിരലെടുത്തു ചൂണ്ടിയ ഒരു വിധിന്യായമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരുപക്ഷെ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വിവരം ലഭിച്ചപ്പോൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സർക്കാരിന് ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തത്തിൽ സർക്കാർ പിന്നോട്ട് പോയി എന്നുള്ളത് ഒരു തുറന്നു പറച്ചിലും അത്തരത്തിൽ ഞാൻ വലിയ തോതിൽ സ്വാഗതം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന വിധിയാണ്. അത്തരത്തിൽ ഈ വിധിയെ സമീപിക്കണം. സ്ത്രീപക്ഷത്തിനൊപ്പം നിൽക്കുന്നു വെറുതെ പറയുന്നതിനെയുള്ള തിരിച്ചടിയാണ്. അസ്കർ, താങ്കൾ ഓർക്കുന്നില്ലേ, പോയൊരു ദിവസം നമ്മൾ ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഞാനന്ന് വാദിക്കുന്നുണ്ട്. ഞാനന്ന് അങ്ങേയറ്റം ലളിതാകുമാരി കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എടുത്തു വെച്ച് ഈ പറയുന്ന കുറ്റകൃത്യത്തിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ മതി കേസെടുക്കാനെന്ന് പറയുന്നുണ്ട്. താങ്കൾ അന്ന് എന്നെ
ശക്തിയുക്തി എതിർക്കുകയായിരുന്നു. താങ്കൾ മാത്രമല്ല, അക്കാലത്തെ സർക്കാർ വെർഷൻ അതായിരുന്നു. എന്ന് പറഞ്ഞാൽ പരാതിയില്ലാതെ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുകയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ അന്ന് നമ്മളെല്ലാവരും പറഞ്ഞ, അന്ന് ഇടതുപക്ഷം ഒഴിച്ച്, അല്ലെങ്കിൽ എന്താണ് CPM വേണ്ടി ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരൊഴിച്ച്, അല്ലെങ്കിൽ CPM കഴിഞ്ഞ ദിവസം K. അനിൽകുമാർ അതേ വാദം ഉന്നയിക്കുന്നത് കേട്ടു, അവരൊഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിൽ കൊഗ്നൈസബിൾ ഒഫൻസിന് ഇൻഫർമേഷൻ കിട്ടി കേസെടുത്തേ മതിയാവും. അതും കോടതി അതേപോലെ തന്നെ പറയുകയാണ് ശ്രീ അസ്കർ. അപ്പോൾ സർക്കാർ പറ്റിക്കുകയായിരുന്നില്ലേ ഇത്ര നാളും? അശ്മി, ഇപ്പോഴും ഞാൻ അതേ വാദമുഖത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലളിതകുമാരി കേസിന്റെ വിധിയുടെ അന്തസ്സത്തെ നാം വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന ഒരു ഹിയർസേ എവിഡൻസ് അല്ല അശ്മി. അത് ഇപ്പോഴും ഞാൻ അത് തന്നെ വാദിക്കുന്നു. ഇപ്പോഴും SITക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. SIT ചെയ്യേണ്ടത് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി ആ വിധിയിൽ ശ്രദ്ധേയമായി എങ്ങനെയാണ് താങ്കൾ പറഞ്ഞതിൽ ഹിയർസേ എവിഡൻസ്, അതായത് കേട്ടുകേൾവി അല്ല പറഞ്ഞു കേൾക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ഈ കാര്യത്തിൽ ബാധകമാകുക അതൊന്ന് താങ്കൾ വിശദീകരിച്ചാൽ നന്നായിരുന്നു. കാരണം ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകുകയും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രധാനമായി, അതായത് 48-ാം പേജിലെ 96-ാം പാരഗ്രാഫിൽ ഹേമ കമ്മിറ്റി കണ്ടെത്തുകയും കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള സാക്ഷിമൊഴികളും ഞങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന തെളിവുകളും ഒരു കാരണവശാലും ഇവർ പറയുന്ന ആരോപണങ്ങളെ അവിശ്വസിക്കേണ്ടതില്ല. സിനിമാ മേഖലയിലെ താരത്തിളക്കമുള്ളവർ പോലും ആരോപണ വിധേയരായി നിൽക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്ന് ഹേമ കമ്മീഷന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതെങ്ങനെയാണ് ഒരു ഹിയർസേ എവിഡൻസ് ആണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുക? അതിനെക്കുറിച്ചേ അല്ലല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് ഈ ഇരകളുടെ സ്വകാര്യതയുടെ പേര് പറഞ്ഞ് വിവരങ്ങൾ മറച്ചുവെക്കാൻ എന്ന പേരിൽ നടപടി എടുക്കാതിരിക്കരുതെന്ന് സർക്കാരിന് കൃത്യമായിട്ടുള്ള വാർണിംഗ് നൽകുകയല്ലേ. അവിടെ എവിടെയാ ഹിയർസേ എവിഡൻസ്? അത് ഈ സ്വകാര്യത കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഇരകളോട് നമ്മൾ കാണിക്കുന്ന നീതികേടല്ലേ അങ്ങനെ വളച്ചൊടിക്കുന്നത്? അല്ല ഗോപീഷ്, ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി മുമ്പാകെ ചില ആളുകൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ആരോപണം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ചില തെളിവുകൾ അടക്കം ഹേമ കമ്മിറ്റി മുമ്പാകെ കൊടുത്തിട്ടുണ്ടാവാം. ആ തെളിവുകൾ ഒരുപക്ഷെ ഹേമ കമ്മിറ്റി മുമ്പാകെ ലഭിക്കുന്ന ഘട്ടങ്ങളിൽ സർക്കാർ നിയോഗിച്ച ഒരു ഫാക്ട് ഫൈൻഡിംഗ് ബോഡി മാത്രമാണ് ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രൂപത്തിലും മൊഴികളുടെ രൂപത്തിലും സർക്കാരിന് നൽകുമ്പോൾ അതൊരു ഹിയർസേ എവിഡൻസ് ആണ്. ഇനി ഈ പറയുന്ന കംപ്ലൈനൻസ് ഓരോരുത്തരിൽ നിന്നും കൃത്യമായി മൊഴികൾ വാങ്ങി എടുത്താലേ അത് കൃത്യമായിട്ടൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആയി രൂപാന്തരപ്പെടൂ. നമ്മളന്നും തർക്കിച്ചത് ഇൻഫർമേഷന്റെ പേരിലായിരുന്നു. ആ ഉത്തരവിൽ ഒറ്റ മിനിറ്റ് പോയിന്റിൽ തന്നെയാണ് അല്ല അതിന് മറുപടി കോടതി ഉത്തരവിൽ പറയുകയാണ്. അതിനുള്ള മറുപടി, അന്ന് തർക്കിച്ചതിന് മറുപടി കോടതി ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് the SIT shall on its part go through the report in its entirely to see whether any offence cognizable or otherwise has been made out at the instance of any person and proceed to take suitable action in accordance with the law by treating the contents of the report as information. ഒന്നുകൂടെ വായിക്കാം. by treating the contents of the report as information ഉള്ള കോഴ്സിലാണ് കേട്ടോ. as informations for the purpose of setting the law in motion എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞ കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കോടതി സർക്കാരിനെ പഠിപ്പിക്കുകയാണ്. ഏതാണ് നിയമത്തിന്റെ ബേസിക് പാഠം. സർക്കാരെ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് നോക്കണം. അതിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഇൻഫർമേഷനായിട്ട് എടുത്ത് ലോ ഇൻ മോഷനിലേക്ക് പോകണം. നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണം സർക്കാരിനെ പഠിപ്പിക്കേണ്ട ഗതികേടുണ്ടാക്കി ഈ സർക്കാർ. രാജ്യത്ത് നിലവിലുള്ള നിയമമൊന്നും സർക്കാരിന് ബാധകമല്ല എന്നുകൂടി ഇന്ന് കോടതി ചോദിച്ചിരുന്നു. അല്ല, നിശ്ചയമായി അതിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ആ ഒരു വരികളിലൂടെ പോകുമ്പോൾ ഇൻഫർമേഷൻ എന്ന നിലയിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ SITക്ക് പെർമിഷൻ കൊടുക്കുന്ന തരത്തിലാണ് സ്വാഭാവികമായി ആ വിധി വന്നിട്ടുള്ളത്. സോ ആ വിധി അഭിഭാഷകനല്ലേ സ്റ്റേറ്റ് എന്ന നിലയിൽ കോടതി അനുവാദം കൊടുക്കണ്ട. കോടതി അനുവാദം കൊടുക്കണ്ട. ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കേസെടുക്കൽ മാൻഡേറ്ററി ആണ്. നമ്മൾ ഏത് ദിവസം മുതൽ പറയുന്നതാണ്. ഇത് സർക്കാരിനും CPMനും മാത്രം മനസ്സിലാവാത്ത കാര്യമാണ് ഈ പറയുന്ന എന്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോലീസിന് നേരിട്ടോട് പരാതി കൊടുക്കലെന്ന്. അത് നമ്മൾ എത്ര നാളായിട്ട് പറയുന്നതാണ്. അത് കോടതി ജസ്റ്റ് എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. അല്ല
അല്ല ഹാഷ്മി, അതിലൊരു അപകടം, മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇനിയിപ്പോ ഹേമ കമ്മിറ്റിയിലെ 3 അംഗങ്ങൾക്കെതിരെ 201 IPC 212 IPC പ്രകാരം കേസെടുക്കേണ്ട ഗതികേട് കൂടി സർക്കാരിന് വരും. കാരണം അവർ കുറ്റകരമായ മൗനം അവലംബിച്ചു ഈ വിവരങ്ങൾ ലഭിച്ചിട്ട് എന്നുകൂടി നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇനി ഹേമ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 3 പേർക്കെതിരെ ഹാർബറിംഗ് ഓഫ് ഒഫൻസിനും അതുപോലെ ഒഫൻഡേഴ്സിനെ സഹായിക്കുന്നതിനു വേണ്ടി വിവരങ്ങൾ മറച്ചു വെച്ചതിനും, കാര്യം അവർ 2017 മുതൽ 2019 വരെ അവർക്ക് ആ വിവരങ്ങൾ ലഭിച്ചിരുന്നല്ലോ, ആ വിവരങ്ങൾ അവർ മറച്ചു വെച്ചല്ലോ. അപ്പൊ അവർ അതിനേക്കാൾ മുമ്പ് കേസെടുക്കേണ്ടത് ആർക്കൊക്കെതിരെയാണ്? സജി ചെറിയാനും DGPക്കും എതിരെ. അതും കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ? അല്ല, അതിനേക്കാൾ മുമ്പ് കേസെടുക്കണം. ആർക്കെതിരെയാണ്? DGPക്കെതിരെ, ലോക്നാഥ് ബെഹ്റക്കെതിരെ, അത് കഴിഞ്ഞ് സജി ചെറിയാനെതിരെ. അല്ല, അവർ സർക്കാരിൽ കൊടുത്തല്ലോ റിപ്പോർട്ട്. 2019 റിപ്പോർട്ട് കൊടുത്തില്ലേ? അല്ല, ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താ പറയാതെ പോകുന്നത്? സതുദ്ദേശത്തിൽ ചെയ്തതെന്താ? ഇതിൽ പറഞ്ഞിട്ടുള്ള മൊഴി പറഞ്ഞിട്ടുള്ള ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നുവരെ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അല്ല, അതിൽ നിന്ന് കോടതി അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് മൊഴി കൊടുത്തവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടിൽ ഒന്നും ചെയ്യില്ല, നടപ്പാക്കില്ല, ഇടപെടില്ല എന്ന് പറയുന്നത് നിഷ്ക്രിയത്വമാണ്, അത് നിശബ്ദതയാണ്, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതും കോടതി കണ്ടു, അതും പൊളിച്ചു എന്ന് കോടതി. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തൊരു വലിയ കാര്യമുണ്ട്. അവർ ആ റിപ്പോർട്ട് തുറന്നു പരിശോധിക്കുകയോ വായിച്ചു നോക്കുകയോ ചെയ്തില്ല. അത് അപ്പാടെ SITക്ക് കൈമാറുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഈ അവസരത്തിൽ ഓർക്കണം. എന്തുകൊണ്ട് അതുകൂടി നാം ചേർത്ത് വായിക്കണം. കുറച്ച് ഭാഗങ്ങൾ അല്ലാതെ പുറത്തുണ്ടല്ലോ. അഞ്ചാമത്തെ പാരഗ്രാഫിൽ കോടതി പറയും, ഇൻ ദി ഇൻസ്റ്റന്റ് കേസ് ദ കണ്ടക്ട് ഓഫ് ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെഥാർജിക്. Although the report of the Justice Hema Committee was submitted to the state government as early as on 31/12/2019, there was no action taken thereover for well over 4 years, and even thereafter it took a litigation to spur the state into action. എന്ന് പറഞ്ഞാൽ ഈ 4 വർഷം ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ലാസ്റ്റ് സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ വ്യവഹാരത്തിലേക്ക് കടക്കേണ്ടി വരുന്നു എന്ന് കോടതി തലക്കേ വെക്കുകയാണ്. സർക്കാർ പറഞ്ഞതൊക്കെ അമ്പേ കള്ളത്തരമായിരുന്നു. ഈ പറഞ്ഞ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാർ ഉടായ്പ പറയുകയായിരുന്നു. അസ്കർ, ഹാഷ്മി, ഒരു ലെഥാർജിക് ആറ്റിറ്റ്യൂഡ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ അത് എന്തുകൊണ്ടെന്നാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള മൊഴി കൊടുത്തിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന സതുദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ സതുദ്ദേശത്തെ കൂടി മാനിച്ചു വേണം നമുക്ക് സർക്കാരിനെ വിമർശിക്കാൻ. പകരം കാടടച്ച് സർക്കാർ ചെയ്തതെല്ലാം തെറ്റായി പോയി, അവരുടെ സ്വകാര്യതയെ മാനിക്കാത്ത തരത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മറ്റൊരു കാര്യം കൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇത് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതിന് SITക്ക് പ്രത്യേക വിലക്കുണ്ട്. ഒരുപക്ഷെ ആ വിലക്ക് എന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ മാധ്യമങ്ങളുടെ നാവടപ്പിക്കുക എന്ന നിലയിലല്ല കോടതി കണ്ടത്. പക്ഷെ അങ്ങനെ സർക്കാർ ഒന്ന് പറഞ്ഞു നോക്കിയായിരുന്നു സർക്കാർ പറയുന്നുള്ളൂ. പക്ഷെ നടന്നില്ല. അല്ല, ഇത് വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. അതിൽ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ സ്വകാര്യത സതുദ്ദേശത്തിലാണ് സർക്കാർ ഇപ്പോൾ കൈകൊണ്ടിട്ടുള്ളത്. ശരി, ശരിക്കും ഇടപെടലിലേക്ക് പോകണം. എന്തായാലും ഗാഗോഡ് സർക്കാർ തേടി എന്നുള്ള കാര്യം സത്യമാണ്. മാധ്യമങ്ങളെ വിലക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മാധ്യമങ്ങളെ വിലക്കാനൊന്നും പറ്റില്ല. അവർ സ്വയം നിയന്ത്രിക്കും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് കോടതി പറയുകയായിരുന്നു. അതേസമയം മാധ്യമ വിചാരണ പാടില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഈ കോടതി ഉത്തരവ് വായിച്ചാൽ സർക്കാർ ഈ 5 വർഷം കാണിച്ച ഇനാക്ഷനെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി കോടതി കാണുന്നു. മാത്രമല്ല ഞങ്ങളുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം എന്നുകൂടി കോടതി ആ ഉത്തരവിൽ പറയുകയാണ്. തിരികെത്തും ഇടവേളയ്ക്ക് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതിയിൽ നിന്നും അതിരൂക്ഷ വിമർശനങ്ങൾ വന്ന ദിവസമാണ്. കോടതി സർക്കാരിൻ്റെ ഇനാക്ഷനെ അതിരൂക്ഷമായി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു കോടതി വിധി വരാത്തവണ്ണം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കണം. നിജേഷ് ചേരുന്നു. നിജേഷ്, ആ കോടതി വിധിന്യായം വായിച്ചോ? എന്തോ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ കേസെടുക്കാതിരിക്കാൻ എന്ത് കാരണം പറഞ്ഞോ, സർക്കാർ ആ റിപ്പോർട്ട് 5 വർഷത്തോളം പൂഴ്ത്തിവെക്കാൻ എന്തൊക്കെ കാരണം പറഞ്ഞോ, അതൊക്കെ സ്കാം ആയിരുന്നു, അതൊക്കെ ഫേക്ക് ആയിരുന്നു, അതൊക്കെ കള്ളത്തരമായിരുന്നു എന്ന് കോടതി ആ ഉത്തരവിൽ കൂടി വളരെ ഭംഗിയായി വ്യക്തമാക്കുകയാണ്. നിജേഷ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ദിവസം മുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗവൺമെൻറ് ഇങ്ങനെയൊരു കമ്മീഷൻ എന്തോ ആവട്ടെ ഇത് ഉണ്ടാക്കിയത്? ഇതിനൊരു ലക്ഷ്യമുണ്ടാവണ്ടേ? ആ ലക്ഷ്യം എന്താണ്? ഒരു മേഖലയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പീഡനം ഏൽക്കുന്നു, അല്ലെങ്കിൽ ഹിതകരമല്ലാത്ത പലതും സംഭവിക്കുന്നു. അവരവിടെ വന്ന് പരാതി പറയുന്നു, മൊഴി നൽകുന്നു. ഇവരെന്താ ഞങ്ങളുടെ കുറേ ഈ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണോ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നത്? എന്തെങ്കിലും ഞങ്ങൾ കുറേ പറഞ്ഞൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല,
ആക്ഷൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു കമ്മിറ്റിയുടെ മുന്നിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്ക് മുന്നിൽ അതീവ രഹസ്യമായി ഒരു മൊഴി ഒരാൾ കൊടുത്താൽ അതിന് ആക്ഷനാണ് ആഗ്രഹിക്കുന്നത്. ആ ആക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചോർന്നു പോവാതെ ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത്. സർക്കാർ അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ ആളുകളൊക്കെ ഇത് കണ്ട് 4 വർഷം ഇത് വായിച്ച് രസിച്ചതാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് വായിച്ച് രസിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇത് ഏൽപ്പിച്ചത്? അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹവും അസ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടില്ല, ഇതുപോലെ ഒരു കമ്മീഷൻ നടന്നിട്ടില്ല. അങ്ങനെ ഒരു കമ്മീഷൻ നടന്നുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ആക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാമായിരുന്നു. ആക്ഷൻ ഇല്ല. ഇന്ന് അതിനുശേഷവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം വാങ്ങിയപ്പോൾ കണ്ടന്റ് ഇല്ല, പേജില്ല. ആ പേജൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ബംഗാളിൽ നിന്നൊരു നടി പറയുന്നു എനിക്ക് കേരളത്തിൽ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലെ നടികൾ പറയുന്നു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ 4 or 5 കേസെടുത്ത് FIR ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്നിട്ടും ഹേമ കമ്മിറ്റിക്ക് മുമ്പ് കേരളത്തിലെ നടിമാർ രഹസ്യമായി പറഞ്ഞ കാര്യത്തെ പറ്റി ഒരു കേസും ഉണ്ടായിട്ടില്ല. ആ കേസ് ഇല്ലാതിരിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്, അസ്കറിന്റെ വാദം നമ്മൾ ശരിവെച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയല്ലേ, നിജേഷ് അരവിന്ദ്. അതായത് 2 കാര്യങ്ങളാണല്ലോ. ഒന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഈ 3.5 വർഷക്കാലം മന്ത്രിയായിരുന്നപ്പോൾ ഒരു നടികളുടെയും പരാതി എനിക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ആ സമയത്ത്. അതിനുശേഷം ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമൊക്കെ ഏറ്റുവാങ്ങിയ ശേഷവും ഇന്ന് നമ്മുടെ മുൻ സിനിമാ മന്ത്രി, മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ അദ്ദേഹം തന്നൊരു പ്രതികരണമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വഴി തുറന്നു, ഇനി ഞങ്ങൾക്ക് ധൈര്യമായി ഈ നടപടികളൊക്കെ മുന്നോട്ട് പോകും, കാരണം കോടതി ഒരു ഗോ അഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനൊരു ന്യായമുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഈ പരാതി നൽകിയിട്ടുള്ള ഇരകളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സർക്കാരിന് ഇനി സ്വമേധയ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു. അവിടെ കോടതി ഇതാ ഒരു വഴി കാണിച്ചു തന്നിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. ഇതായിരുന്നു AK ബാലൻ പറഞ്ഞത്. മുൻപ് സജി ചെറിയാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ല, പരാതി ഉണ്ടെങ്കിലല്ലേ നടപടി എടുക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഫലത്തിൽ കോടതിയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് SITയോട് നിങ്ങൾ അന്വേഷിക്കൂ, ആളുകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോകൂ എന്നതാണ്. ഫലത്തിൽ സർക്കാർ പറഞ്ഞത് തന്നെയല്ലേ കോടതിയും പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതിന് ആക്ഷൻ എടുക്കാതെ അടവെച്ചത് കേരളത്തിന്റെ ഭരണ സംവിധാനമാണ് എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സമയത്ത് യഥാർത്ഥ പേജുകളെ വെട്ടിമാറ്റിയിട്ട് മാത്രം പുറത്തേക്ക് വിട്ടത് കേരളത്തിന്റെ മന്ത്രിമാരാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ നമ്മളൊക്കെ ചർച്ച ചെയ്തു. ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള പ്രഷർ കേരളത്തിന്റെ മന്ത്രിസഭയുടെ മുകളിലുണ്ടായിരുന്നു എന്നുള്ളതും പരസ്യമാണ്. അപ്പൊ യഥാർത്ഥ നീതിയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. പിന്നെ AK ബാലൻ കിടന്ന് ഉരുളുന്നതും അസ്കർ കിടന്ന് ഉരുളുന്നതും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ കേസ് എടുക്കേണ്ട ഘട്ടത്തിൽ 4.5 വർഷക്കാലം മുമ്പ് ഇതിൽ ആക്ഷൻ എടുക്കേണ്ട മന്ത്രിസഭ ഇത് മാറ്റിവെച്ചതാണ് ഏറ്റവും വലിയ ക്രൈം. വൈകി കിട്ടുന്ന നീതി അനീതിക്ക് തുല്യമാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റ് ആണ് ഇതിൽ കുറ്റക്കാർ. അവസാനം ഹൈക്കോടതി ചാട്ടവാർ എടുക്കേണ്ടി വന്നു എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ. അപ്പൊ അതും ഞങ്ങളുടെ പങ്കാണ്, ഞങ്ങളാണത് ചെയ്തത് എന്ന് പറയുന്ന മന്ത്രിമാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ മുൻ മന്ത്രിമാരെ കാണുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം കോടതി വിധി വന്ന അടിസ്ഥാനത്തിലെങ്കിലും നീതി കിട്ടട്ടെ, ഒരു മേഖല ശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മൾക്ക് ആഗ്രഹിക്കാം. നമുക്ക് അങ്ങനെ കരുതാം. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കാം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ ഇന്നിപ്പോ കോടതി പറയുന്നു നിങ്ങൾ ഈ ഇരകളുടെ മൊഴി പരസ്യപ്പെടുത്തിയാൽ അവരുടെ സ്വകാര്യത ഹനിക്കപ്പെടും എന്നതുകൊണ്ട് ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുക്കില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. ആരെയൊക്കെയോ സംരക്ഷിക്കാൻ, ആരെയൊക്കെയോ രക്ഷിക്കാൻ, ആർക്കൊക്കെയോ വേണ്ടിയാണ് ഈ പറയുന്ന 4 വർഷവും 8 മാസവും 19 ദിവസവും ഈ റിപ്പോർട്ട് കിട്ടി സർക്കാർ ഒന്നും ചെയ്യാതിരുന്നത് എന്ന് ഏറെക്കുറെ ഇന്നത്തെ കോടതി നടപടികളോടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ കരുതുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും സർക്കാർ ഇത് ചെയ്തത്? ആരെയായിരിക്കും സർക്കാരിന് രക്ഷിക്കേണ്ടത്? ആരെയാണ് ഇവിടെ സർക്കാർ ഈ വലിയ ആപത്തിൽ എന്ന് വെച്ചാൽ ഈ നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? വിജയകുമാർ, അത് നേരത്തെ ശ്രീ ഹസ്കർ പറഞ്ഞത് സത്യം പറയാൻ കേട്ടപ്പോൾ ചിരി വന്നുപോയി. സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന സർക്കാർ ഇപ്പോഴും സ്ത്രീകളുടെ പക്ഷത്ത് തന്നെയാണ്. പക്ഷേ കോടതി പറഞ്ഞത് ശരി, സർക്കാർ പറഞ്ഞതും ശരി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം മാത്രം പറയാം. ഈ 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2017 അത് രൂപീകരിക്കപ്പെട്ടിട്ട് ആദ്യം കമ്മീഷനായിരുന്നു, പിന്നെയാണ് കമ്മിറ്റി ആയത്. അതിനെ ആരെന്ത് ന്യായീകരിക്കാൻ വന്നാലും ആദ്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത്.
ആ റിപ്പോർട്ട് ഹേമ കമ്മീഷനാകുമ്പോൾ അതിൻ്റെ അധികാരങ്ങൾ കൂടുതലുണ്ടാകും എന്ന് തോന്നിയത് കൊണ്ട് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് വീണ്ടും കമ്മിറ്റിയാക്കിയത്. നിയമസഭയിലാണ് ഒരിക്കൽ മുഖ്യമന്ത്രി പറയുന്നത് അത് കമ്മീഷൻ അല്ല, കമ്മിറ്റി റിപ്പോർട്ടാണ്, അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു നിയമസഭയിൽ. അത് കഴിഞ്ഞ് 2019 ഇത് കൊടുത്തിട്ട് ഇത്രയും കാലം എന്തിനു മാറ്റിവെച്ചു എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ഞാൻ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇപ്പോഴൊന്നും അല്ല പുറത്തു വന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചോർന്നു കഴിഞ്ഞു. ആ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടത് എന്ന് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. കാരണം അന്ന് മുതൽ ഏതാണ്ട് 2.5 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ തന്നെ ഈ ചാനൽ ചർച്ചയിൽ ഒന്ന് എടുത്ത് ബാക്കിലോട്ട് എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ അന്നും പറഞ്ഞിരുന്നു, അതായത് 15ഓളം വരുന്ന ആ ഒരു, ഞാനന്ന് ഗുണ്ടാ സംഘം എന്നാണ് വിശേഷിപ്പിച്ചത്. ഗുണ്ടാ സംഘം ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നിരവധി പെൺകുട്ടികൾ പരാതി കൊടുത്തിരിക്കുന്നു. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ അതിലെടുക്കാൻ കഴമ്പുള്ള കാര്യങ്ങളാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? അതിന് 2.5-3 വർഷം മുമ്പ് ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതറിഞ്ഞത് സാംസ്കാരിക വകുപ്പിലെ ചില ആളുകൾ ഇത് പുറത്തുവിട്ടതിനെ തുടർന്നാണെന്ന് അറിഞ്ഞത്. അവരുടെ പേര് വരെ ഒന്നും പുറത്തുവിടാൻ ഞാൻ തയ്യാറല്ല. അതൊന്ന്. 2, ഈ പെൺകുട്ടികൾ, ഈ പരാതി ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ പെൺകുട്ടികൾ ഇപ്പോൾ ഇന്ന് കോടതിയും പറഞ്ഞിരിക്കുന്നു അവർ പോലീസിന് മൊഴി കൊടുക്കണം. ഈ പോലീസിന് മൊഴി കൊടുത്താൽ ഉണ്ടാകുന്ന പൊല്ലാപ്പും, അതേപോലെ തന്നെ ഇത് പരസ്യമായി പറഞ്ഞാൽ അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള പേടിയും ഒക്കെ കൊണ്ടാണല്ലോ ഹേമ കമ്മിറ്റിയെ പോലെ 3 അംഗ വനിതാ കമ്മിറ്റിയിലെ ആളുകൾ വന്നപ്പോൾ, നടിചാരുതയും അതേപോലെ IPS ഓഫീസറും ഒക്കെ വന്നപ്പോൾ അവർ ഈ മൊഴി കൊടുക്കാൻ തയ്യാറായത്. ആ മൊഴി കൊടുക്കാൻ തയ്യാറായിട്ട് ഈ ഉന്നതരെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം ഇത് വെച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഈ പേരുകളൊന്നും പുറത്തു വരട്ടെ. ഇരകളുടെ പേര് പുറത്തു വിടണമെന്ന് ആരാണ് പറഞ്ഞത്? ഒരു ഇരകളുടെ ഇനിയിപ്പോ 2 ആഴ്ചക്കുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഹാജരാക്കാൻ പറയുകയാണ് കോടതി SITയോട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മൊഴി നൽകാൻ തയ്യാറാവുന്ന കേസ് മുന്നോട്ട് പോകണ്ട എന്നും കോടതി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ FIR ഇടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് FIR ഇടുന്നില്ല എന്ന് SITക്ക് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. കോടതിയുടെ മേൽനോട്ടമുണ്ട്. കോടതി ഇനിയാണ് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ പൊട്ടിച്ച് വായിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ പറയുന്ന മറച്ചുവെച്ച ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഭാഗം മാത്രമല്ല, ആ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാം എന്ന് പറഞ്ഞ ഭാഗങ്ങളെക്കാൾ കൂടുതൽ സർക്കാർ വെട്ടിയല്ലോ. ആ പറയുന്ന ഖണ്ഡികകളിൽ ആരുടെയൊക്കെ പേരുണ്ടോ, ഏതൊക്കെ ഉന്നതരുടെ പേരുണ്ടോ, അല്ലെങ്കിൽ പോക്സോ കേസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ സെക്ഷൽ അസോൾട്ടിന്റെ കൂടുതൽ മാരകമായ വെർഷൻസ് ഉണ്ടോ, അതൊക്കെ SIT കാണാൻ പോകുന്നു. കേസെടുക്കാൻ നിർബന്ധിതമാകുന്നു. വൈജു അല്ലേ? ആഷ്മി, അതുകൊണ്ട് തന്നെയല്ലേ കോടതി വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. കാരണം കോടതി അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് പോക്സോ കേസുകൾ പോലും എടുക്കാൻ കഴമ്പുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയണമെങ്കിൽ അത് അല്പമെങ്കിലും വായിക്കാതെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത്. 2 പറയുന്നത്, ഇതിനകത്ത് ആഷ്മിക്ക് അറിയാം, വേറൊരു കാര്യം അറിയാമോ? ചാക്ക് കണക്കിന് പണം ഇപ്പോൾ ഒഴുകുന്നുണ്ട്. ഇല്ലെന്ന് ആഷ്മിക്ക് പറയാൻ പറ്റുമോ? അത് ഇവിടെ മാത്രമല്ല, ചെന്നൈയിൽ, കേരളത്തിൽ ഒരു പെൺകുട്ടി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് എൻ്റെ ഇരിപ്പുണ്ട്. അതായത് പണം ഓഫർ ചെയ്യുന്നു പല ആളുകൾക്കും. അപ്പോൾ ആ പണം എന്തിനാണ് ഓഫർ ചെയ്തത്? ഇവരാരും പേരുകൾ പുറത്തു പറയരുത്. ഈ പറയരുതെന്ന് പറഞ്ഞ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവണമല്ലോ. അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണമല്ലോ ഈ പണം ഓഫർ ചെയ്യുന്നത്. അത് ചെന്നൈയിലാണെങ്കിലും ശരി, കൊച്ചിയിലാണെങ്കിലും ശരി, ഈ ഓഫർ ചെയ്ത ആളുകൾ ആരാണെങ്കിലും ശരി, അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവരുടെ പേരുകൾ ഉണ്ടാവണം. യാതൊരു സംശയമില്ല അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീ ബൈജു കൊട്ടാരക്കര, 4.5 വർഷക്കാലം സർക്കാർ ഈ റിപ്പോർട്ടിൽ ഒരു ആക്ഷനും എടുക്കാതെ നിന്നത്, സിനിമാ മേഖലയിലെ തന്നെ ഉന്നതരുടെ പേരുകൾ അടങ്ങിയ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതിരുന്നത് ഒരു വിഭാഗത്തെ സംരക്ഷിക്കാനാണെങ്കിൽ അത് തന്നെയാണ് ഫലത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നാലും സംഭവിക്കാൻ പോകുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? അതായത് പണം കൊടുത്ത് കാര്യങ്ങൾ മറച്ചിടും, അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ സംശയിക്കുകയാണോ താങ്കൾ? തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ പോക്ക് എങ്ങനെയാണ്? അതായത് ഈ പവർ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ഹേമ കമ്മിറ്റി പറഞ്ഞെങ്കിലും ആ പവർ കമ്മിറ്റിയൊക്കെ ഇപ്പോഴും രംഗത്തുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പാനലിരിക്കുന്ന ഭാഗ്യലക്ഷ്മിക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിയുടെ സംഘടനയിൽ ഒരു മീറ്റിംഗ് കൂടിയോ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകളല്ലേ അതിലൊരു എരെ അവിടെ ഇട്ട് പൊരിച്ചത്. എന്തിനായിരുന്നു അത്? ഭാഗ്യലക്ഷ്മി നമ്മുടെ കൂട്ടിരിക്കുകയല്ലേ, ചോദിച്ചു നോക്കൂ. അവിടെ ഇരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ മലന്ന് കിടന്ന് തുപ്പരുത് എന്നാണ് പറഞ്ഞത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീമതി ഭാഗ്യലക്ഷ്മിയുമായി ഞങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം നമ്മുടെ ഈ ചർച്ചയിൽ ഇല്ല. ശരി, ഇനി താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ആ ഭാഗ്യലക്ഷ്മി പോലും അന്ന് പറഞ്ഞത് മലർന്ന് കിടന്ന് തുപ്പരുതെന്നാണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞത്. അതെന്തിനാണ് പറഞ്ഞത്? ഒരു ഇരയെ അവിടെ വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? അവരെ സംരക്ഷിക്കേണ്ട ആളുകളല്ലേ. അപ്പോൾ ഇരയെ സംരക്ഷിക്കുന്നതിന് പകരം അവരുടെ കൂടെ കയർക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണോ വേണ്ടത്? ഏത് സംഘടനയായാലും സർക്കാരായാലും എന്താ? ഈ സർക്കാർ ഈ 4.5 വർഷവും ചെയ്തത് തന്നെയാണ്. ഉന്നതരായ ആളുകളുടെ പേരുകൾ അതിൽ വന്നപ്പോൾ ഒന്നുകിൽ പല ആളുകളും അത് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിച്ച് കാണാം.
ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയെങ്കിലും സർക്കാർ പോയി. അതിന് യാതൊരു സംശയവുമില്ല. ഇനിയും കേസ് വന്നാൽ അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് സർക്കാർ എടുക്കും എന്നുള്ളതിനും യാതൊരു സംശയവും പക്ഷെ അവിടെ ഒരു കോടതിയുടെ മേൽനോട്ടം അവിടെയുണ്ട്. കോടതി അങ്ങേയറ്റ ഗൗരവത്തിലെ വിഷയത്തെ കാണുന്നുണ്ട്. ഒരു സ്ഥിരം വ്യവഹാരിയുടെ ജസ്റ്റ് ഒരു ഹർജിയിൽ കോടതി ഇത്രത്തോളം രൂക്ഷമായി ഇടപെടുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് മേൽനോട്ടം ഉണ്ടാവും. ആ മേൽനോട്ടത്തിൽ ഈ അട്ടിമറിയൊക്കെ നടക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് പോലെ ആരെയൊക്കെയോ ഏതൊക്കെയോ ഉന്നതരെ കാക്കാനാണ് സർക്കാർ ഇത്രയും കാലം ഒളിച്ചുകൾ നടത്തിയെങ്കിൽ ആരാണ് ഉന്നതരെന്ന് അടക്കം വരുമോ എന്നൊക്കെ വരും ദിവസങ്ങളുടെ ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെയാണ്. തിരികെ ഇടവേളയ്ക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിൽ ഏറ്റവും നിർണായകമായ ഒരു വ്യവഹാരം നടന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ അത് SITക്ക് കേസെടുക്കാൻ നിർബന്ധിതമാവുന്ന തരത്തിലേക്ക് കോടതി അതിന് മേൽനോട്ടം ഉണ്ടെന്ന് എന്ന് പറയുന്നു. ഇക്കാലം അത്രയും പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന ഒളിച്ചുകളി, പ്രതിപക്ഷം ആരോപിക്കുന്നതല്ല, ആ വിഷയത്തിലുള്ള കൃത്യമായ ഒളിച്ചുകളി ഇനി നടക്കില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി 4 വർഷം എന്നാൽ 5 വർഷത്തോളം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാലയളവല്ല, അതും ഇത്രത്തോളം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇത്രനാളും പൂഴ്ത്തിവെച്ചതിന്, ഒരു നടപടിയും എടുക്കാത്തതിന് സർക്കാർ അർഹിക്കുന്ന പരാമർശങ്ങൾ തന്നെയല്ലേ കോടതിയിൽ നിന്ന് കിട്ടിയത്? കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്വപരമായ ഒരു അഭിപ്രായമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ എനിക്കിപ്പോഴും സംശയം, സർക്കാർ ഇതിനു മുൻപ് യാതൊരു രീതിയിലുള്ള നടപടിക്കും മുതിരാത്തത് സിനിമയ്ക്കുള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾക്ക് ആവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങൾ, പരിഗണനകൾ, അത് ചോദിക്കാനും അത് കണ്ടുപിടിക്കാനുമാണ് കമ്മിറ്റിയെ രൂപീകരിച്ചത്. അല്ലാതെ സിനിമയ്ക്കുള്ളിൽ ലൈംഗികപരമായ ചൂഷണം എന്നൊരു വിഷയത്തിന് വേണ്ടി മാത്രമല്ല. ലൈംഗികപരമായ ചൂഷണം, സാമ്പത്തികപരമായിട്ടുള്ള പല വിവേചനങ്ങൾ, സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യമില്ലായ്മ, അവരുടെ യാത്രാ സുരക്ഷിതമില്ലായ്മ, അവരുടെ താമസത്തിന് കൊടുക്കുന്ന വിവേചനം, ഇത്തരം എല്ലാ പൊതുവായ കാര്യങ്ങളെയും പഠിക്കാനാണ് കമ്മീഷൻ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ആ നിലയ്ക്കുള്ളൊരു പഠനമാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ കോടതി അത് തീർച്ചയായിട്ടും അത് സർക്കാർ ഗൗരവമായി കാണേണ്ടിയിരുന്നു. ഇതിൽ ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ആ തലത്തിലേക്ക് തന്നെ അന്വേഷണം വളരെ ശക്തമാക്കിക്കൊണ്ട് തന്നെ പോകണം എന്ന് മാത്രമല്ല, ഇതിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വാർത്തകളിൽ കാണുന്നത് പിന്നെ നടിക്ക് സംഭവിച്ചത് പോലുള്ള സമാനമായ പിന്നെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹേമ കമ്മിറ്റി മുമ്പാകെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുതരമായ കുറ്റമാണ്, ഗുരുതരമായ ഒരു ക്രൈമാണ്. ആ ക്രൈം അന്വേഷിക്കേണ്ടതാണ്. അത് പറഞ്ഞ ആൾ പോലും, അതാരാണോ അത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ പോലും അത് വളരെ ഗൗരവമായി കാണുകയും ഒപ്പം ഹേമ കമ്മിറ്റി തന്നെ ഇപ്പോൾ കോടതി പറയുന്ന ഗുരുതരമായ ക്രൈം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹേമ കമ്മിറ്റി ഉണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഗുരുതരമായ കുറ്റങ്ങൾ ഉണ്ട് എന്ന് കോടതി, നമുക്കിപ്പോൾ ആ പുറത്തു വന്ന റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് അറിയാമല്ലോ അത്ര ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണെങ്കിൽ കൂടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ വളരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിരിക്കുന്നു. സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഹറാസ്മെൻറ്റ് തന്നെയാണെന്ന് കൃത്യമായി ഹേമ തന്നെ എഴുതി വെച്ചതാണ്. ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ ഈ വാദങ്ങളൊക്കെ സർക്കാർ കോടതിയിൽ പറഞ്ഞതാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് ഇനാക്ഷനെ കുറിച്ച് അമ്പരപ്പിക്കുന്ന നിഷ്ക്രിയത്വമാണെന്ന് കോടതി പറഞ്ഞത്. പരമാവധി പൂഴ്ത്തിവെക്കുകയായിരുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. സർക്കാരിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കൊടുത്ത ഒരു നിർദ്ദേശപ്രകാരമാണ് സർക്കാർ അത് പുറത്തുവിടാതെ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ 3 പേരും, കമ്മിറ്റിയിലുണ്ടായിരുന്ന 3 പേരും 3 രീതിയിൽ തന്നെയാണ് അവർ റിപ്പോർട്ട് കൊടുത്തത്. അതിൽ ജസ്റ്റിസ് ഹേമ അല്ലാതെ ഒരു പിന്നെ സർക്കാരിനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് യാതൊരു കാരണവശാലും പുറത്ത് വിടരുത്, ഇതിലെ പേര് വിവരങ്ങൾ പുറത്ത് വിടാൻ പാടില്ല, ഇവിടെ സിനിമാ രംഗത്ത് വരേണ്ട മാറ്റങ്ങളാണ് അവർ
ശുപാർശ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും പറഞ്ഞത് ഇത് പുറത്ത് വിടരുത് എന്നാണ്. അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം സർക്കാർ അത് പാലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ വാദങ്ങളൊക്കെ സർക്കാർ കോടതിയിൽ പറഞ്ഞതാണ്. പക്ഷേ കോടതി അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്തെ സ്വകാര്യതയുടെ പേരിൽ സർക്കാർ എടുത്ത അങ്ങേയറ്റത്തെ അട്ടർ ഇനാക്ഷനെ കോടതി അതിരൂക്ഷമാവണ്ണം വിമർശിക്കുകയാണ്. അടുത്ത കാലത്ത് കോടതി വിധിയിൽ അത്തരത്തിൽ സർക്കാരിന് നേർക്കുന്ന വിമർശനം ഒരു കോടതി വിധി അടുത്ത കാലത്ത് നമുക്ക് ഓർമ്മയിലുമില്ല. തിരികെ എത്താം, ചെറിയൊരു ഇടവേള. ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ സൂചിപ്പിച്ച ആ പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ പണമൊഴുക്കുന്നു, അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ ഈ പരാതി അതിൽ ഉറച്ചു നിൽക്കാതിരിക്കണം, ആ മൊഴി ഇനിയിപ്പോൾ ഏതെങ്കിലും അന്വേഷണം ഉണ്ടായാൽ അതിൽ പറയരുത്, ആ നിലയിലുള്ള വലിയ സമ്മർദ്ദം ഇവർക്ക് മേലുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത്, അവരെ എന്താണ് ഇതിന് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിന്, മൊഴിയിൽ ഉറച്ചു നിൽക്കേണ്ടതിന് അവരെ പ്രേരിപ്പിക്കുക സർക്കാർ നടപടികളാണ്, പോലീസിൻ്റെ നടപടികളാണ്. പക്ഷേ അത് ഉണ്ടാകുമോ? അതുണ്ടാകുന്നില്ല എന്നുള്ളതാണല്ലോ കോടതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടും ആ ധൈര്യം? ചുറ്റും ഈ നിലയിലുള്ള സമ്മർദ്ദ ശക്തികളാണല്ലോ. വിജയകുമാർ, അത് തന്നെയാണ് അവരുടെ കാര്യം കഷ്ടത്തിലാണ്. ഉള്ള കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ്, അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അതായത് ഇപ്പോൾ ഈ വലിയ ചില ആളുകൾ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ആളുകളും ഇവിടുത്തെ പ്രബലമായ ഗ്രൂപ്പ് എന്ന് പറയുന്ന ചില ആളുകളും, ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ എന്നൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാം. അതായത് ഈ ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ബാത്റൂമില്ല, അവർക്ക് പിന്നെ ഒരേപോലെയുള്ള ശമ്പളം വേണം, അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ബലാത്സംഗം ചെയ്തിട്ട് ബാത്റൂം വേണോ കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക്? അതാണോ വേണ്ടത്? ഇവരെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇവിടെ ബലാത്സംഗം നടന്നാലും ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കളുടെ ആ പ്രയോഗം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഹേമ കമ്മിറ്റി പഠിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്ക് അവർക്ക് ഈ വാഷ്റൂം സൗകര്യങ്ങളില്ല, തുല്യവേതനം എന്നുള്ളത് ഒരു പക്ഷേ അതിന് പല മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് അടിസ്ഥാനപരമായി അവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ, സുരക്ഷിതത്വമില്ല, യാത്രാ സുരക്ഷിതത്വമില്ല, കൃത്യമായി റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്, അതിന് പരിഹാരം ഉണ്ടാകേണ്ടതാണ്. അതെങ്ങനെയാ നമുക്ക് രണ്ടാം നിര പ്രശ്നങ്ങളാണെന്ന് പറയാൻ പറ്റുക? റെമ്യൂണറേഷൻ ഒരു പ്രശ്നമാണെന്ന് കോടതിയും പറഞ്ഞു. ഗോപേഷ്, അതായത് അത് നമ്മളൊക്കെ കാണുന്നതിനകത്ത്, അതായത് ഒരു ലൊക്കേഷൻ ചെല്ലുമ്പോൾ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. 100-120 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ 200ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ലൊക്കേഷൻ, അവിടെ ചിലപ്പോൾ ഒരു 1000-2000 ആളുകളെയൊക്കെ വെച്ച് പല സിനിമകൾക്കും 1000-2000 ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 2000 പേർക്കും പോകാൻ ചിലപ്പോൾ ഒരു ബാത്റൂം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ക്യാരവൻ ഉണ്ടാവും, ക്യാരവനകത്ത് മൊത്തം ഈ പറഞ്ഞതുപോലെ കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്നടിയും പിന്നെ ക്യാമറ ഒപ്പും ഒക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ ക്യാരവാൻ പോലും വിശ്വസിച്ച് ജൂനിയർ ആർട്ടിസ്റ്റിൽ എന്ന് പറയാൻ പെൺകുട്ടികൾക്ക് പോലും അവിടെ പോകാൻ പറ്റില്ല. ഒന്നത്. രണ്ട്, പലർക്കും വീടുകളും അതേപോലെയുള്ള ചില ഹോട്ടലുകളുടെ റൂമുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ആരും അവരെ അങ്ങനെ കഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ചില സമയങ്ങളിൽ അങ്ങനെ കിട്ടാതെ വരുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതല്ല. അതിൻ്റെ പേരിൽ ഈ സിനിമയിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെടണമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടവരും ഇതേപോലെ ഈ പോക്സോ കേസിന് പോലും അർഹരായ ആളുകളുമൊക്കെ അവരൊക്കെ സംരക്ഷിക്കപ്പെടണമോ, അതോ ആ കുറ്റവാളികളെ എന്തിനാണ് ഈ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ? ഇത്രയും കാലമായിട്ട് ഈ 4.5 വർഷമായിട്ടും എന്താണ് സർക്കാർ അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാതിരുന്നത്? അതൊക്കെ ആരെ പേടിച്ചിട്ടാണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നുള്ളത് സർക്കാർ തന്നെ വേണ്ടി അതിന് മറുപടി പറയാൻ. അതെ, ഉറപ്പായും അത് ആ മറുപടി കിട്ടേണ്ടത് തന്നെയാണ്. അത് കോടതി ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ നിഷ്ക്രിയത്വം എന്നത് മറ്റെന്തെങ്കിലും ഒന്നിന്റെ ന്യായമായി കോടതിയിൽ പറയരുത് എന്ന് ഇന്ന് ആ 2 അംഗ ബെഞ്ച് സൂചിപ്പിക്കുകയും ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീതെന്ന മട്ടിൽ സർക്കാരിനോട് അത് പറയുകയും ചെയ്തു. എന്തായാലും കോടതി എന്ന് പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ ഈ കവർ തൊട്ടു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കവർ അങ്ങനെ സേഫ് ആയിരിക്കട്ടെ, SIT അത് പരിശോധിക്കണം, SIT 2 ആഴ്ചക്കകം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകണം, സർക്കാർ സത്യവാങ്മൂലം നൽകണം, അതിനുശേഷമാകും കോടതി ഈ പറഞ്ഞ റിപ്പോർട്ടിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ കോടതിയുടെ മേൽനോട്ടം അതിലുണ്ട്. FIR, ഒരു കേസിൽ FIR ഇടാൻ കഴിയുന്നില്ലെങ്കിൽ SITക്ക് എന്തുകൊണ്ട് FIR ഇടാൻ കഴിയുന്നില്ല എന്ന് കോടതിയെ അപ്പോൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ പറഞ്ഞ ഗുരുതരമായ പോക്സോ അടക്കമുള്ള കാര്യങ്ങളിൽ FIR ഇടൽ നിർബന്ധമാവുന്ന അവസ്ഥയിൽ കോടതി എത്തിച്ചിരിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല കോടതി എന്ന് പറയുന്നു, മാധ്യമ ട്രയൽ പാടില്ല എന്ന് പറയുന്ന കോടതി മാധ്യമങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തിന് മുകളിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൂടാ, അത് നിങ്ങൾ ചെലുത്തില്ലെന്നറിയാം എന്നടക്കം കോടതി കാര്യങ്ങൾ പറഞ്ഞു. അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. എന്തായാലും കോടതി ഇടപെടൽ അങ്ങേയറ്റം സ്വാഗതാർഹമാണ് എന്ന എന്നോട്ടോടുകൂടി ഇന്നത്തെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി വാർത്താമഴ കാണാം. ഗുഡ് ബൈ.